ദിനം. കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, കർത്താവ് അങ്ങയുടെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, കർത്താവെ സ്വർഗം ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ദൂരത്തും ചാരത്തുമായി ദൈവജനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തണം, ശക്തീകരിക്കണം. ഞങ്ങളുടെ അഭിഷേകത്തിന്റെ ശക്തിയാൽ അപ്പം നിറയ്ക്കണമേ. ഹല്ലേലൂയ. നാളുകളായി കർത്താവ് ഭാരം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇന്ന് പകൽ നേരം കർത്താവ് വലിയൊരു വിടുതലിന്റെ കരം അവിടെ ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ കരം ചലിക്കണമേ, മാറ്റമില്ലാത്ത വചനം വെളിപ്പെടുത്തണമേ. അപ്പൊ അങ്ങയുടെ കരത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവിന്റെ നാം മഹത്വം എടുക്കണമേ, യേശു ക്രിസ്തുവിന്റെ നാമം തന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനൊക്കെയും കർത്താവ് ഒരുക്കി തന്ന എല്ലാ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ അല്പനേരം ചില വചനങ്ങളെ നമുക്ക് ചിന്തിക്കാം. ഇന്ന് പകൽ നേരം നമ്മുടെ ശ്രദ്ധ ചില വചനങ്ങളിലേക്ക് നമുക്ക് ഈ പകൽ നേരം നമുക്ക് തിരിക്കാവുന്നതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം, സ്തോത്രം, 6-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 44-ാം വാക്യം. എന്നെ അയച്ച പിതാവ് ആവശ്യിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്നുള്ളത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം കർത്താവിന്റെ പ്രിയ ശിഷ്യൻ എന്ന് അറിയപ്പെടുന്ന യോഹന്നാൻ, കോർ ഗ്രൂപ്പിൽ അറിയപ്പെടുന്നത് 12 ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിൽ തെരഞ്ഞെടുക്കപ്പെട്ട വീണ്ടും 3 വ്യക്തികളെ കർത്താവിനോട് വളരെ ചേർന്ന് നിന്നുകൊണ്ട്, വളരെ ക്ലോസ് ആയിട്ട് നിന്നുകൊണ്ട് പല കാര്യങ്ങളും വീക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു തെരഞ്ഞെടുത്ത 3 വ്യക്തികളായിരുന്നു പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അപ്പോൾ ശിഷ്യഗണങ്ങളിൽ മറ്റുള്ളവരെക്കാൾ അധികമായിട്ട് ഇവർക്ക് പരിഗണന കൊടുത്തു. എന്നാൽ ഈ 3 പേരിൽ വീണ്ടും യോഹന്നാൻ അപ്പോസ്തലന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവത്തിലൂടെയായിരുന്നു യോഹന്നാൻ അപ്പോസ്തലനെ സ്വർഗത്തിലെ ദൈവം വഴി നടത്തിയത്. വ്യത്യസ്തമായി മറ്റു 3 പേരും വ്യത്യസ്തമായ ലേഖനങ്ങൾ, അതായത് പത്രോസും യാക്കോബും ലേഖനങ്ങൾ എഴുതിയപ്പോൾ സ്തോത്രം, അവർ ലേഖന ഭാഗങ്ങളിലും ക്രിസ്തുയേശുവിനെ കുറിച്ച് അവർക്ക് പ്രാപിച്ചെടുത്ത വെളിപ്പാടുകളെ അവർ സ്തോത്രം ദൈവസഭയ്ക്കായിട്ട് സ്തോത്രം അവരുടെ എഴുത്തുകളെ അതിന് രൂപീകരിച്ചപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ മാത്രമാണ് സുവിശേഷത്തിലും ലേഖനങ്ങളിലും വെളിപ്പാടിലും സ്തോത്രം ആ യോഹന്നാന്റെ ശുശ്രൂഷയും തന്റെ കഴിവും അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീർന്നത്. വിശേഷ ദൈവകൃപയിൽ വ്യത്യസ്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. യോഹന്നാൻ അപ്പോസ്തലൻ അങ്ങനെ തന്നെ ദൈവകരത്തിൽ ഉപയോഗിക്കപ്പെട്ടപ്പോൾ യോഹന്നാന്റെ സുവിശേഷവും മറ്റ് സമാന്തര സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതായത് സ്തോത്രം, ജീവനുള്ള അടുത്ത് അറിയുന്ന ഒരു അനുഭവമാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ ഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മളവിടെ വരുമ്പോൾ പല വിഷയങ്ങളെക്കുറിച്ച്, അതായത് ദൈവപുത്രനാകുന്ന ക്രിസ്തുവിനെയാണ് ദൈവം തൻ്റെ പ്രിയപുത്രനാകുന്ന ക്രിസ്തു ലോകത്തിൽ വന്നു. പ്രിയപുത്രനിലൂടെ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന പുത്രനെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ വെളിപ്പെടുത്തുന്നത്. സ്വർഗം താന്നിറങ്ങി വന്ന് ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തികളെ കാണാൻ, അത് ദർശിച്ച് അതിനെ വിവേചിക്കുവാനുള്ള കൃപ ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വചനം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ 6-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ സ്തോത്രം, അവിടെ ഒത്തിരി അടയാളങ്ങൾ, അത്ഭുതങ്ങള്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവർത്തികൾ ഓരോന്നും നമ്മളവിടെ 6-ാം അധ്യായം നമ്മളവിടെ കാണുന്നുണ്ട്. സ്തോത്രം, അവിടെ വലിയൊരു അത്ഭുതം, അതായത് നമുക്ക് അറിയാം കർത്താവിന്റെ അടയാളങ്ങൾ പലയിടത്തും നടന്നപ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട അത്ഭുതമായിരുന്നു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ചരിത്രമെല്ലാം കിടക്കുന്ന അവിടെയായിരുന്നു. അപ്പോൾ അവിടെ തന്റെ കയ്യാൽ അപ്രകാരമുള്ള അത്ഭുതങ്ങളെല്ലാം നടത്തപ്പെട്ടു. അതിനുശേഷം അപ്പം നിന്ന് തൃപ്തരായ ജനം വീണ്ടും കർത്താവിനെ അനുഗമിക്കുന്ന ഒരവസ്ഥ കണ്ടു.
കർത്താവിനെ അനുഗമിച്ചത് കർത്താവിന്റെ വചനം കേട്ടിട്ടല്ല, വീണ്ടും വിശപ്പ് മാറുവാൻ അല്ലെങ്കിൽ ലോകത്തിലെ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ ഉപകരിക്കുമോ അതിനായിട്ട് കർത്താവിന്റെ പിന്നാലെ ചെല്ലുന്ന ഒരു വലിയ കൂട്ടത്തെയാണ് അവിടെ കാണുന്നത്. രക്ഷിക്കപ്പെടുവാനോ അല്ലെങ്കിൽ കർത്താവ് ആരാണെന്ന് അറിയുന്നതിലല്ല വിഷയം ഇരിക്കുന്നത്. അവർക്ക് തൽക്കാലമുള്ള അവരുടെ വിശപ്പ് മാറുക, താൽക്കാലമുള്ള അവരുടെ സുഖത്തിന് തൃപ്തി വരിക, അവരുടെ ആവശ്യങ്ങൾക്ക് നിവൃത്തി വരിക, അങ്ങനെ പലതിലും നിവൃത്തി കാണുവാനായിട്ട് അവർ കടന്നു വരുന്ന ഒരു രംഗമാണ് ഈ നമ്മൾ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഇവരെ ഒന്നുമല്ല ശ്രദ്ധിക്കുന്നത്. പിതാവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നിവർത്തിക്കുക എന്ന വലിയ ഉദ്യമത്തിന്റെ നടുവിലായിരുന്നു പുത്രനാകുന്ന യേശുക്രിസ്തു നിലനിന്നത്. കർത്താവായ യേശുക്രിസ്തു നിലനിന്നതും എല്ലാം പിതാവിന്റെ ഇഷ്ടം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ആമേൻ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ എങ്ങനെയാ വന്നത്? നമ്മുടെ അകൃത്യങ്ങളെ പ്രിയപുത്രൻ നമ്മൾക്ക് പകരക്കാരനായി പിതാവിന്റെ സന്നിധിയിൽ നാം കുറ്റക്കാരായി തീർന്നിരുന്ന നമ്മെ ഓരോരുത്തരും രക്ഷിക്കേണ്ടതിന് പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ദുഷ്ടന്മാരുടെ പട്ടികയിൽ നിന്ന് നമ്മുടെ പേര് മായിച്ച് വിശുദ്ധന്മാരുടെ പേരായി തീരുവാൻ തക്കവണ്ണം ജീവപുസ്തകത്തിൽ എന്റെയും നിങ്ങളുടെയും പേരെഴുതുവാൻ കാരണമായി തീർന്നത് നമ്മളുടെ പാപത്തിന്റെ ശിക്ഷ ഈ എഴുതിയ പുത്രനാകുന്ന യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ വഹിച്ചത് കൊണ്ടാണ്. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ കഷ്ടം സഹിച്ചത് കൊണ്ടാണ് നമുക്ക് പാപത്തിൽ നിന്നും മോചനം ലഭിച്ചത്. നാം എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? നമ്മുടെ പ്രവർത്തികൾ കൊണ്ടല്ല. ഇത് ദൈവത്തിന്റെ കൃപയാണ്, അവന്റെ ദാനമാണ്. രക്ഷ എന്നുള്ളത് അവന്റെ ദാനമാണ്. അപ്പോൾ ആ ദാനം എന്താണ്? ആ ദാനം എന്നിലേക്ക് വന്നത് എങ്ങനെയാണ്? എന്റെ അകൃത്യങ്ങളെ വഹിച്ചുകൊണ്ട് ദൈവപുത്രൻ കാൽവറിയിൽ തകർക്കപ്പെട്ടപ്പോൾ എന്റെ പാപത്തെ, ആദാമ്യ പാപത്തെ, കർമ്മ പാപത്തെ, എല്ലാ ശാപങ്ങളെയും കാൽവറി ദൈവപുത്രന്റെ ശരീരയാഗത്താൽ ഒഴുക്കപ്പെട്ട തിരുരക്തത്താൽ കഴുകപ്പെട്ടു. അതെനിക്ക് നടുവിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു മാറ്റിക്കളയുവാനിടയായി തീർന്നു. ആളല്ലേ, അങ്ങനെ നമ്മുടെ മനസാക്ഷിയിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം പ്രാപ്തമാക്കി. എപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് മനസാക്ഷി എപ്പോഴും നമ്മളെ വിലക്കിക്കൊണ്ടിരുന്നു. എന്ത് ചെയ്താലും മനസാക്ഷിയിൽ തൃപ്തിയില്ലായിരുന്നു. നമ്മൾ മനസാക്ഷി നമ്മളെ വിലക്കുകയും കുറ്റം വിധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് മോചനം വന്നത് എപ്പോഴാണ്? നമ്മുടെ അകൃത്യത്തിന്റെ ശിക്ഷയാകുന്ന മരണശിക്ഷ പുത്രനാകുന്ന യേശു ക്രിസ്തു ഒരിക്കലായി സഹിച്ചുകൊണ്ട്, ഒരിക്കലായി വഹിച്ചുകൊണ്ട് അവനിൽ എല്ലാം നിവർത്തിക്കുവാൻ പിതാവ് പ്രസാദിച്ചപ്പോൾ, പ്രസാദിക്കപ്പെട്ടവൻ കാൽവറിയിൽ പ്രിയപുത്രൻ പിതാവിന്റെ മുമ്പിൽ തന്നെ തകർക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പ്രിയപുത്രനാകുന്ന യേശു ക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെട്ടപ്പോൾ നമുക്ക് പാപത്തിനു പ്രായശ്ചിത്തമായി തീർന്നു. അങ്ങനെ ലോകം കൊണ്ട് അവസാനിച്ചു പോകേണ്ടിയിരുന്ന നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ചെടുത്ത ദൈവപുത്രൻ താൻ ഇരിക്കുന്ന ഇടത്ത് നമ്മെ ഇരുത്തുവാൻ തക്കവണ്ണം സ്വർഗ മഹത്വങ്ങളിലേക്ക് നമുക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്നു. അവിടെ നിന്നാണ് സ്വർഗ മണ്ഡപം വിട്ട് ഇറങ്ങി വന്നതെങ്കിൽ അവിടെ തിരിച്ചു കയറുവാൻ തക്കവണ്ണം വളരെ തന്റെ വിശുദ്ധ രക്തവുമായി തിരശീലയ്ക്കകത്തേക്ക് ഒരിക്കലായി പ്രവേശിച്ച് എന്നേക്കുമുള്ള പ്രവേശനം സാധ്യമാക്കി നമ്മുടെ വിശുദ്ധ കരങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഈ നാമം ഇവിടെ പ്രസിദ്ധമാക്കുമ്പോൾ ഒരു ദുഷ്ടശക്തിക്കും ഈ നാമത്തിനെതിരെ നിൽക്കുവാൻ കഴിയത്തില്ല. ദൈവ മക്കൾക്ക് നേരെ ഒരു ദുഷ്ടപ്പോരുകൾ നിൽക്കുവാൻ കഴിയത്തില്ല. കാര്യം നമ്മെ സ്വർഗം വിലയ്ക്ക് മേടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വേണ്ടി ഗുണകരമായ ഒരു രക്തം ഒഴുകിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടി ഗുണകരമായിട്ട് ഒരു രക്തം ഒഴുകിയിട്ടുണ്ട്. അത് കാൽവറിയിലാണ്. ആമേൻ. അനേക രക്തം വീണ ഇടമാണ് കാൽവറി, അല്ലെ? അനേക നിലവിളികൾ, സ്തോത്രം, ഹല്ലേലൂയ, അലയടിച്ച സ്ഥലമാണ് കാൽവറി. എന്നാൽ മനസ്സിലാക്കണം, ചരിത്രങ്ങളിൽ, തിരുവെഴുത്തിന്റെ നിവൃത്തികളിൽ, പ്രവചനത്തിന്റെ നിവൃത്തികളിൽ ദൈവം തന്റെ പുത്രനെ ജഡത്തിൽ അവതരിപ്പിച്ചപ്പോൾ പാപികളുടെ നിലവിളിക്ക് അടങ്ങിപ്പോയ ഒരു, സ്തോത്രം, ഹല്ലേലൂയ, ചെവി ഒരുവന്റെ നിലവിളിക്ക് തുറന്നിരുന്നു.
ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നിർമ്മലരും നിഷ്കളങ്കരുമായി തീരുവാനാണ് ദൈവപുത്രൻ കാൽവറി തകർക്കപ്പെട്ടത്. അതുകൊണ്ട് എല്ലാ കാലത്തിലും, ഏതു നേരത്തിലും, ഏതു മീറ്റിംഗിലും, ഏത് സന്ദർഭത്തിലും ഈ കാൽവറി മരണമാണ് നമ്മുടെ രക്ഷയുടെ ആധാരം. അപ്പോൾ അത് തിരിച്ചറിയണം. കരങ്ങൾ തീർത്ത് നമുക്ക് ഉൾപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ നേരം നമ്മൾ അതിൽ ശരണപ്പെട്ടേ മതിയാകും. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യം എന്താണ്? അവിടെ വായിക്കുന്നത് എന്താണ്? ചിന്തിക്കണം. അപ്പം തിന്നാൻ വേണ്ടി വന്നവർ കർത്താവിന് വിഷയമല്ല, രോഗസൗഖ്യത്തിന് വരുന്നവർ കർത്താവിന് വിഷയമല്ല. എന്നാൽ കർത്താവിന്റെ വിഷയം, നമ്മൾ ആ വായിച്ച വാക്യം നമ്മളൊന്ന് വായിക്കാം. അവിടെ വായിക്കുന്നത് എന്താണ്? അതിന്റെ 6-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം എന്താണ് വായിക്കുന്നത്? എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ, ഹല്ലേലൂയ, പുത്രനാകുന്ന യേശു ക്രിസ്തു പറയുകയാണ്, പിതാവ് ആകർഷിക്കണം. ഇന്ന് പിതാവിന്റെ ആകർഷണ വലയത്തിൽ ആത്മാവിനാൽ നമ്മൾ പ്രവേശിച്ചത് കൊണ്ടാണ് മനസ്സിലാക്കണം പുത്രന്റെ മഹത്വം വെളിപ്പെടുവാൻ ഇടയായി തീർന്നത്. ഇതിന് നമ്മളെ പ്രാപ്തമാക്കുന്നത് പിതാവിന്റെ കൃപയാണ്. അപ്പോൾ പിതാവ് നമ്മെ ആകർഷിച്ചു. പിതാവിന്റെ ആകർഷണത്തിലേക്ക് വന്നപ്പോൾ അനാദി നിത്യതയിൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്ന ആ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രിയപുത്രനാകുന്ന യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പ്രവേശനം നൽകുകയാണ്. എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് സ്വർഗത്തിലെ പിതാവ് ഒരു പദ്ധതി ഇട്ടു. അത് ഈ ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പെയാണ്, സർവ സൃഷ്ടിക്ക് മുമ്പെയാണ്. ഹല്ലേലൂയ. പിതാവിൽ പുത്രനാകുന്ന ക്രിസ്തു വസിക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, പിതാവിന്റെ തിരുഹൃദയത്തിൽ നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെടുവാൻ പിതാവ് അനാദിയിൽ പദ്ധതിയിട്ടിരുന്നു. അതിന്റെ നിവൃത്തിക്ക് വേണ്ടിയാണ് കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ കാൽവറിയിൽ തകർത്തത്. ഹല്ലേലൂയ. ഈ വെളിപ്പാട് വേണം നമ്മുടെ ജീവിതത്തിൽ. ഈ വെളിപ്പാടിൽ വേണം നമ്മൾ നിലനിൽക്കുവാൻ. ഈ വെളിപ്പാടിൽ വേണം നമ്മുടെ സ്റ്റെപ്പുകളെ വെക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമ വിശുദ്ധന്മാർ ചോദിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയാണോ അത്? അല്ല. പിന്നെ ആരാ? നിങ്ങളുടെ എല്ലാ ശുശ്രൂഷ, സ്തോത്രം, യെരുശലേമോ യഹൂദയായിട്ടോ ഇസ്രായേലായിട്ടോ അബ്രഹാമുമായിട്ടോ യാക്കോബായിട്ടോ ഇസ്രായേലായിട്ടോ യോസേഫായിട്ടോ ദാവീദായിട്ടോ ഒരു പുലബന്ധമില്ലാതെ കിടക്കുന്ന അനേകർ ഇതാ എന്റെ നിയമത്തോട് ബന്ധിക്കപ്പെടുവാൻ പോകുന്നു. ആ നിയമം യേശു ക്രിസ്തുവിന്റെ നിയമ രക്തമാണ്. ഹല്ലേലൂയ. ആ രക്തത്തിന്റെ മഹത്വം ഇന്ന് വെളിപ്പെട്ടത് കൊണ്ടാണ് അവന്റെ സന്നിധിയിൽ നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ കർത്താവ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. മനുഷ്യർക്ക് ഇതിന്റെ നടുവിൽ ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഈ അനുഭവിക്കുന്ന ആത്മസന്തോഷം പുറത്തുള്ളവരോട് പറഞ്ഞ് അറിയത്തില്ല. അവർ ചിന്തിക്കും നമ്മൾ എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് മാറത്തു അടിച്ച് വളരെ ഭാരപ്പെട്ട് ഇങ്ങനെ ആളെ വേഴാമ്പലിരിക്കുന്ന പോലെ ഇരിക്കുകയാണെന്ന്. അങ്ങനെയല്ല, ഒരിക്കലുമല്ല. ആത്മാവിൽ നമ്മൾ നടത്തപ്പെടുമ്പോൾ നമുക്ക് പ്രായശ്ചിത്തമായി തീർന്നവൻ, നമ്മെ സ്നേഹിച്ചവൻ, സ്വർഗമഹത്വം വിട്ട് ഇറങ്ങി വന്നത് ആളെ നമുക്ക് പിതാവായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതെനിക്ക് വേണ്ടിയാണ് പിതാവായ ദൈവം അത് ചെയ്തത് എന്ന് നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ അതിൽ പരം സന്തോഷം വേറെ എവിടെയുള്ളൂ? വേറെ ഏതിലുള്ളൂ? എന്നെ രക്ഷിച്ചു. അനേകർ പല പ്രബലരായിട്ടുള്ളവർ, യോഗ്യരായിട്ടുള്ളവർ, സമ്പന്നർ, സകലരും നമുക്ക് ചുറ്റും നിന്നപ്പോൾ ചിന്തിച്ചേ, നമ്മെ എന്തുകൊണ്ടാണ് കർത്താവ് രക്ഷിച്ചത്? അതാണ് അവന്റെ കൃപയെന്ന് പറയുന്നത്. അനേക യോഗ്യരില്ലായിരുന്നോ കുടുംബത്തിൽ, അനേക യോഗ്യരില്ലായിരുന്നു നാട്ടിൽ, പക്ഷെ എന്തുകൊണ്ടാണ്? അവൻ നമ്മളോട് കരുണ ചെയ്തു. ആമേൻ. അനേകർക്ക് മനസ്സിലായിട്ടില്ല. അവൻ നമ്മെ തെരഞ്ഞെടുത്തതിന്റെ മുദ്രയാണ് അവന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് അവൻ നൽകി തരുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. വെല്ലവും പുറിഞ്ചതാ. സ്തോത്രം. വായിച്ച അടുത്ത ഭാഗം വായിച്ചേ. ഹല്ലേലൂയ. അടുത്ത ഭാഗം വായിച്ചേ. ഞാൻ എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവായ യേശു ക്രിസ്തു പ്രോമിസ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചോ. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ കണ്ടോ, എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും.
അതൊരു വലിയ വാഗ്ദത്തമാണ്. നമ്മളെല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെടുക. അപ്പോ ദൈവത്തിന്റെ ഉപദേശത്തിൽ വരുന്നവരാരും പിന്മാറത്തില്ല. ദൈവം നമ്മെ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ ദൈവശബ്ദം കേട്ടാൽ നമുക്ക് ഒരിക്കലും പിന്മാറാൻ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ പ്രോമിസാണിത്, കർത്താവിന്റെ പ്രോമിസാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ എബ്രായ ലേഖനം 8-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 10-ാം വാക്യം മുതൽ ഇത് വായിക്കാവോ? എബ്രായ ലേഖനം 8-ാം അധ്യായം 10-ാം വാക്യം മുതൽ. എബ്രായ ലേഖനം 8-ാം അധ്യായം 10-ാം വാക്യം മുതൽ ഞാൻ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാൻ ഇരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി. അപ്പോൾ ദൈവത്തിന്റെ ഉപദേശം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ പ്രമാണം നമ്മുടെ ഹൃദയത്തിൽ വരും. ദൈവം നമ്മെ ഉപദേശിച്ചാലാ നമ്മുടെ ഹൃദയത്തിൽ വചനം നിലനിൽക്കുകയുള്ളൂ. ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് വചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തിയാൽ മാത്രമാ ദൈവത്തിന്റെ വചനം നമ്മളിൽ നിലനിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. അവിടെ ചെയ്ത നിയമം പോലെ അല്ല, അവർ എന്റെ നിയമത്തിൽ. 10-ാം വാക്യം വായിക്കുന്നത്, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി. കണ്ടോ, ഇത് ദൈവം ചെയ്യും. ഇത് ദൈവം ചെയ്യും. വചനമാകുന്ന വിത്ത് നമ്മളിൽ കിളിർക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വചനം വെളിപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇന്ന് പകൽ നേരം അവന്റെ സാക്ഷിയായി നിൽക്കുന്നത്. ഹല്ലേലൂയ. ആത്മാവിന്റെ ശുശ്രൂഷ ഏതാണ്? അക്ഷരത്തിന്റെ ശുശ്രൂഷ ഇതല്ല. ആത്മാവിന്റെ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവിന്റെ ശുശ്രൂഷ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തന്റെ വചനം എഴുതും. ആ എഴുതപ്പെട്ട വചനം വിശ്വസിക്കുന്നവരുടെ വായിൽ നിന്ന് ജീവജലം ഒഴുകുന്നത് പോലെ, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. ഈ ജീവജല നദി ആളറിയാസം നമ്മളിൽ നിന്ന് ഒഴുകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ആരംഭിച്ചവൻ സ്വർഗത്തിലെ ദൈവമാണ്. അവൻ ആരംഭിച്ചാൽ അതിനെ ആർക്കും തടുക്കുവാൻ കഴിയത്തില്ല. രക്ഷ എന്ന് പറയുന്നത് ഇതാണ്, അല്ലേ? ജീവനുള്ള ദൈവം നമ്മളിൽ വസിച്ചുകൊണ്ട് അവന്റെ അരുളപ്പാടുകൾ നമ്മളിൽ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. കരങ്ങൾ ദേവതമാതപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. വായിച്ചേ. ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ എന്നാ മനസ്സിലായി? ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പരിധിയിലിരിക്കുന്ന, ദൈവത്തിന്റെ കൃപയുടെ ആകർഷണ വലയിലിരിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ വളരുകയും പ്രാപിക്കുകയും ചെയ്യുമ്പോൾ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആളലിയാസൊക്കെ മനസ്സിലാക്കണം, ആരോടും ഒന്നും പ്രാപിച്ചോ എടുത്തോന്ന് പറയത്തില്ല. കാര്യം സകല ജനവും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും. ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്ത് 7 വൻകരയിലിരുന്നു കൊണ്ട് പിതാവിനാൽ ആകർഷിക്കപ്പെട്ട വിശുദ്ധന്മാർ ദൈവത്തിന്റെ ഉപദേശത്തിന്റെ കീഴിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാനും നിങ്ങളും ഉണ്ടാകണം. ആളെ അത് കൃപയിലാണെങ്കിലാണ് അത് പറയുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ കൃപ കീഴിലാകുമ്പോൾ ദൈവത്താൽ ഉപദേശം പ്രാപിക്കുകയാണ്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയം എന്ന മാംസപ്പലകമേല ആത്മാവിനാൽ എഴുതപ്പെടുകയാണിത്. ഹല്ലേലൂയ. ആത്മാവിനാൽ എഴുതപ്പെടുന്ന ദൈവത്തിന്റെ ആലോചനയാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, സഹോദരനോടോ സഹോദരിയോടോ. ഇത് ഭൂമിയില. കാരണം എന്നാ? എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ സ്വർഗത്തിൽ ചെന്നാൽ ദൂതതുല്യരായി തീരും. അവിടെ സഹോദരനും സഹോദരി, ഭാര്യ ഭർത്താവ്, ആണ് പെണ്ണ് വ്യത്യാസമില്ല. അപ്പോൾ എവിടെയാണ് ഇത് നടക്കുന്നത്? ഈ കാലഘട്ടത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഗോത്രത്തിന് ശേഷം, ഇസ്രായേലിന്റെ 12 ഗോത്രത്തിന് ശേഷം ദൈവംസോത്രം ഹാളിലെ ഭൂമിയിൽ ഒരു പദ്ധതി ആരംഭിക്കുന്നു. അതാണ് പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചത്. പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചപ്പോൾ ദൈവാത്മാവിൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തി അടുത്തിരുന്ന് അഭിഷേകം പ്രാപിച്ച മറ്റൊരുത്തനോട് ദൈവത്തെ അറിയണം കേട്ടോ എന്നുള്ള ഒരു പൊട്ട ഉപദേശമില്ല. മനസ്സിലാകുന്നുണ്ടോ?
ഹല്ലേലൂയ. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നെ ആരും എനിക്ക് ഒന്നും പറഞ്ഞു തന്നില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, എനിക്ക് വേണ്ടി നിന്നില്ല, എനിക്ക് വേണ്ടി മധ്യസ്ഥ അടച്ചില്ല, എന്നെ കുറിച്ച് വിചാരമില്ല. അങ്ങനെ പരാതിപ്പെട്ടിയുടെ ഒരു വലിയ ഒരു ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഒരു വലിയൊരു റെക്കോർഡ് പിടിച്ചോണ്ടാ ചിലർ നടക്കുന്നത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു സ്തോത്രം, അന്ന് ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാരും ദൈവത്തെ അറിയുക എന്ന് പറയുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നീ ഉപദേശം പ്രാപിച്ചില്ലെങ്കിൽ നിനക്കാ നഷ്ടമുള്ളൂ, വേറെ ആർക്കും നഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തു മനസ്സിലായി? ഇന്ന് പകൽ വേളയിൽ ദൈവസന്നിധിയിൽ ദൈവത്താൽ ഉപദേശം പ്രാപിച്ച് ഒരുക്കപ്പെടുന്നവർക്ക് നഷ്ടമൊന്നും വരത്തില്ല. നീ ഇന്ന് കേൾവിയിൽ മറ്റുള്ളവരുടെ പുറകെ നടക്കാതെ, മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കാതെ സ്വർഗത്തിലേക്ക് നിന്റെ കണ്ണുയരണം. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ചിലർ ഇന്നും പഴയത്, ഈ ചിലര് ചിന്തിക്കുന്നത് ഇതും ഈ പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്ന, അല്ലെ പുതിയ നിയമ സഭ എന്ന് പറയുന്ന പണ്ടത്തെ ഇസ്രായേൽ ഗോത്രം പോലെ മോശ മുമ്പേ നടക്കുന്നു, യോശുവ മുമ്പേ നടക്കുന്നു, നടക്കട, വെള്ളം കുടിക്കട, കാലെ ചെരുപ്പിടട, അങ്ങോട്ട് പോടാ, ഇറച്ചി തിന്നട, അങ്ങനെ കാണിക്കട, ഇങ്ങനെ കാണിക്കട, അങ്ങനെ ഒരു പരിപാടിയല്ല പുതിയ നിയമ ശുശ്രൂഷ. അടുത്ത ഇതേ പുസ്തകമുള്ളവൻ, സ്നാനപ്പെട്ടവൻ തോന്നിയ പോലെ നടക്കുമ്പോഴും നിന്നെ ബാധിക്കത്തില്ല. ആണല്ലേ? നീ ദൈവകൃപ പ്രാപിച്ച് ബലപ്പെട്ടാൽ നീ പ്രാപിക്കുന്നത് നിന്നിൽ നിന്ന് അപഹരിക്കുവാൻ ദുഷ്ടന് കഴിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ സ്നേഹം എത്ര വിശേഷമുള്ളതാണെന്ന്. അപ്പോൾ ആർക്കും ദൈവം ആരംഭിച്ച പദ്ധതിയെ ഹനിക്കുവാൻ ആർക്കും കഴിയത്തില്ല. കരങ്ങൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. കണ്ടോ? അറിയുമെന്നാ പറഞ്ഞേക്കുന്നത്. അറിയും. എങ്ങനെ അറിയും? തന്റെ ആത്മാവ് വസിക്കുന്നവർ, പരിശുദ്ധാത്മാവ് വസിക്കുന്നവർ, തനിക്ക് പരിശുദ്ധാത്മാവിനെ തന്ന ദൈവത്തെ അറിയുക തന്നെ ചെയ്യും. ഇതിന്റെ ഇടയിൽ വലിഞ്ഞു കയറുന്ന പാർട്ടി ചോദിക്കുന്നത്, എനിക്ക് അഭിഷേകമില്ല, ഞാൻ എന്നാ ചെയ്യും? എനിക്കിതുവരെ കൃപാവരങ്ങളില്ല, ഞാൻ എന്നാ ചെയ്യും? ഞാൻ സ്നാനപ്പെട്ടിട്ട് കുറെ നാളായി, എന്നെ ഉന്തിക്കൊണ്ട് നടക്കാൻ ഞാൻ എന്നാ? നീ ഒന്നും ചെയ്യണ്ട. ഹല്ലേലൂയ. ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. വായിച്ചേ. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് എന്തുകൊണ്ടാ ഇത് ലഭിച്ചെന്നറിയാവോ? അകൃത്യങ്ങളെ കുറിച്ച് ബോധ്യമുള്ളവർക്ക് ആ കൃപ ലഭിക്കത്തുള്ളൂ കേട്ടോ. എന്താ പ്രശ്നം എന്നറിയാവോ? എന്തുകൊണ്ടാണെന്നറിയാം? ചിലർക്ക് പ്രാർത്ഥനയില്ല, ആരാധന മനസ്സിലാകുന്നില്ലെന്ന് പറയുന്നത്. ഇതുവരെ മകനെ, നിന്റെ പാപത്തിന് വേണ്ടിയാണ് ദൈവപുത്രൻ കാൽവറിയിൽ തകർക്കപ്പെട്ടതെന്ന് വ്യക്തിപരമായ ജീവിതത്തിൽ നീ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ല. അതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. ശ്രദ്ധിക്കണം. ഞങ്ങളെല്ലാം കൂട്ടായിട്ട് ഒരു പ്രസ്ഥാനം തുടങ്ങി, അതിൻ്റെ അകത്ത് എല്ലാവരും കൊടുത്ത് കൈയടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരുത്തര് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോന്നാ ചോദിക്കുന്നു. ഒരു പ്രത്യേകതയില്ല. പക്ഷേ നീ ഈ പ്രാപിച്ചത് നിനക്ക് ഇല്ലെങ്കിൽ നീ പോകത്തില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. ഇന്ന് പല സംഘടനകളുടെ അകത്ത് നടക്കുന്നത് വ്യക്തിപരമായി ദൈവവുമായിട്ട് ബന്ധമില്ല. സഹോദരൻ ദൈവദാസനിക്ക് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും സ്നാനപ്പെട്ടെന്നുള്ളത്. നമ്മുടെ തലമുറ ആരും, പുതിയ തലമുറയൊന്നും വീണ്ടും ജനിച്ചിട്ടില്ല. ഇത് ശരിയല്ലേ? പറഞ്ഞത് ശരിയല്ലേ? സ്നാനപ്പെട്ടിട്ടുണ്ടെന്നുള്ള ചോദ്യം എന്താണ്? നീ വീണ്ടും ജനിച്ചോന്നാ ചോദിച്ചേ. വീണ്ടും ജനിച്ചോന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടോന്നല്ല അർത്ഥം. സ്നാനപ്പെടണം. വീണ്ടും ജനനം വേറെ, സ്നാനം വേറെ. വീണ്ടും ജനനം പ്രാപിക്കണം. ആത്മാവിൽ വീണ്ടും ജനിക്കണം. ആത്മാവിൽ വീണ്ടും ജനിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ പാപത്തിനു വേണ്ടിയാണ് ദൈവം തന്റെ പ്രിയപുത്രനെ കാൽവറിയിൽ തകർക്കപ്പെട്ടത്. അതിൽ നീ നിന്നെ തന്നെ ക്രൂശിച്ചേ മതിയാകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? നീ ആ വിഷയത്തിലേക്ക് വരും. ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കും അറിയാമോ? നിനക്ക് ഈ വീണ്ടെടുപ്പ് ഒഴികെ എല്ലാം നീ പ്രസംഗിക്കും. വീണ്ടെടുപ്പ് മാത്രം നിന്റെ വായിലില്ല. വീണ്ടെടുപ്പിന്റെ പദ്ധതി നിന്റെ വായിലില്ലെങ്കിൽ മനസ്സിലാക്കണം, നീ ദൈവഹിതനല്ലെന്ന്. വീണ്ടെടുക്കപ്പെടുന്ന ദൈവത്തിന്റെ പദ്ധതികളെ ഗ്രഹിക്കാനും അത് തിരിച്ചറിയുവാനുമുള്ള പ്രാപ്തി നിനക്കില്ലെങ്കിൽ മനസ്സിലാക്കിക്കോണം, നിന്റെ പ്രസംഗവും പാട്ടും ആരാധനയും വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ചിലർക്ക് അനുഭവമില്ല. പിന്നെ എന്താ അടുത്തുള്ള പരിപാടി? എന്നെ ആരും കണ്ടുപിടിക്കരുത്. പിന്നെ ഞാൻ ഇതൊക്കെ കാണാപ്പാടം ഇരുന്ന് പഠിക്കാം, ഉള്ളിലിങ്ങനെ ചൊല്ലി 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 പഠിക്കാം. എന്നിട്ട് പ്രാർത്ഥിക്കാനൊക്കെ അവസരം കിട്ടുമ്പോൾ ഞാൻ ഇത് എടുത്തിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാം. അപ്പോഴും എന്താ നീ ചെയ്യുന്നത്? നീ നിന്നെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്.
നീ നിന്നെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്നാ? ഇത്ര വലിയൊരു രക്ഷ നിന്റെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിന്റെ കണ്ണ് ആരാടാവേ ക്ഷുദ്രം ചെയ്ത് മയക്കിയത്? ആരാ? ഇത്ര വലിയൊരു രക്ഷ നിന്റെ മുമ്പിൽ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക, നിന്റെ കണ്ണ് ഇത് കാണുന്നില്ല. എത്ര വർഷമായി അപ്പനപ്പൂപ്പന്മാരെല്ലാം ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അവരിരുന്നുകൊണ്ട് ഞാനിരുന്ന് കൈയടിക്കുന്നു. നിന്റെ വിളച്ചിൽ കൈയടിക്ക് നിർത്തിയിട്ട് കാര്യം മനസ്സിലാക്കണം. നിനക്ക് മനസ്സിലാകണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. കർത്താവിൻ്റെ അടുക്കല നിന്റെ ഡിഗ്രിയും നിന്റെ കോപ്പൊന്നും കൊണ്ടുവന്നാൽ നടക്കില്ല. പിന്നെ എന്നാ വേണം? കർത്താവിൻ്റെ പാദപീഠത്തിൽ നീ ചെല്ലുമ്പോൾ നീ പാപിയാണോ? നീ ആരാണ്? നിന്റെ ഐഡന്റിറ്റി ഒന്ന് പറ. ഇന്ന വീട്ടിൽ ജനിച്ച ഇന്നയാളുടെ മകനും പോടാന്ന് പറയും. പോ കയ്യിനിന്റെ പുറകിൽ പോയി നിൽക്കാൻ പറയും നിന്നോടൊക്കെ. ഹല്ലേലൂയ. ദൈവപുത്രന്റെ രക്തത്തിന്റെ സമീപത്താ നീ വരുന്നതെങ്കിൽ പുത്രനാകുന്ന ക്രിസ്തുവിനെ ദൈവപുത്രനെ നീ അംഗീകരിക്കുക. ഇന്ന് അനേകർക്ക് കഴിയാതെ കിടക്കുന്നതാ. പറ്റുന്നില്ല. പലർക്കും അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ചിലര് പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടിയാണ്. അത്രേ ഉള്ളൂ. എന്തെങ്കിലും വിഷയം കാണും, എന്തെങ്കിലും ആവശ്യം കാണും, അത് നടക്കണം. അതിനു വേണ്ടി പറയുമ്പോൾ നമ്മൾ പറയും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചോണ്ട് പിന്നെ കർത്താവേ നീ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണല്ലോ മരിച്ചതെന്ന് പറയുമ്പോൾ മറുവശത്ത് പറയുന്ന കർത്താവേ ഞാൻ ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടൂല, പ്രമോഷൻ കിട്ടില്ല, വിസ കിട്ടില്ല, PR കിട്ടില്ല. പോവാൻ വേണം. അനേകര് കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നത് അവൻ പാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ടത് കൊണ്ടും അവന്റെ പാപത്തിന്റെ കടകൾ തീർത്തത് കൊണ്ട് ഇന്ന് ദൈവവൈതലായി തീരുവാൻ കർത്താവ് കരുണ ചെയ്തു. ഇതിനെക്കുറിച്ചൊന്നുമില്ല. ചിലരോട് പറഞ്ഞാൽ ചിലർ ഭയങ്കര തന്ത്രശാലികൾ. അവർ പറയുന്നത് ഞങ്ങളത് വിശ്വസിക്കുന്നുണ്ട്, ഉണ്ട് എന്നിട്ടോ പിന്നെ അടുത്താണ് അവന്റെ തന്ത്രം. അവൻ എന്തെങ്കിലും കാര്യം നടക്കണമെന്നേ, എന്തെങ്കിലും കാര്യം നടക്കണം. അതിന് അവൻ ആരെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ദൈവത്തെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കർത്താവിനോട് പറയുക നീ ഒന്ന് വിട്ടിവേഷം കെട്ടിക്കുക ദൈവമേന്ന്. നിന്റെ ഉപദേശമൊക്കെ നീ മാറ്റിവെച്ച് കർത്താവേ നീ എന്റെ വിഷയത്തിന്റെ മുമ്പിൽ അങ്ങ് വേറൊരു രൂപം കെട്ടിക്കുക എന്ന് പറയുകയാണ്. അനേകർ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ പുറത്തത്തെ കാര്യമല്ല, പെന്തക്കോസിന്റെ അകത്തെ കാര്യമാണ് പറയുന്നത്. അല്ല എങ്ങാണ്ട് കിടക്കുന്ന ആളുടെ കാര്യമില്ല. സ്നാനപ്പെട്ട് വർഷങ്ങളായി സഭയ്ക്കകത്ത് മെമ്പർഷിപ്പ് ഉള്ളവന്റെ കാര്യം തന്നെ ഈ പറയുന്നത്. അവർ ചിന്തിക്കുന്നത് ഇങ്ങനെ നടന്ന് അങ്ങ് രക്ഷപ്പെടുന്നു. രക്ഷപ്പെടത്തില്ല, പെടുകയുള്ളൂ. അടുത്ത് വായിച്ചേ. അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. എന്നാൽ കണ്ടോ അവിടെ വായിക്കുന്നത് ശ്രദ്ധിച്ചേ. സ്തോത്രം. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് ഇത് മനസ്സിലായി. ഈ കൃപയിലേക്ക് വരാത്തവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ കൃപയിലേക്ക് വരണമെങ്കിൽ ദൈവപുത്രൻ ആരാന്ന് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഈ കൃപയിലേക്ക് ഈ ആയുസിൽ വരാൻ പറ്റില്ല. കർത്താവ് എൻ്റെ പാപങ്ങൾ നിമിത്തം എന്നോട് കരുണ ചെയ്ത് എൻ്റെ അകൃത്യങ്ങൾ ക്ഷമിച്ചവനാണ്. അതിൽ കൂടുതൽ ഒന്നുമല്ല നീ. ഇത് നമ്മൾ അംഗീകരിക്കണം. മനസ്സിലായോ? തൻ്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് നൽകിയത് നമ്മൾ ആരും നല്ലവരായതുകൊണ്ടല്ല, നമ്മളെല്ലാം മുടിഞ്ഞ പാപികളായതുകൊണ്ടാണ്. ഇത് അംഗീകരിക്കുന്നുണ്ടോ നീ? നീ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോഴത്തേനും നീ പറയണം, കർത്താവേ ഞാൻ പാപത്തിൽ ജനിച്ച് ജീവിച്ചതാണ്. മുൻ കാലഘട്ടത്തിലെ എല്ലാ സ്വഭാവങ്ങളും ഞാൻ അറിയുന്നു. ചിലരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഇത് ഏക്കത്തില്ല. അവരിപ്പോൾ ചോദിക്കുന്ന എന്നാണെന്നറിയാവോ, ഇതൊക്കെ വെറുതെ പറയുന്നല്ലേ, ഞങ്ങൾ പണ്ട് ഉള്ളതുപോലെ തന്നെ ഇന്നും ജീവിക്കുന്നു. നീ വീണ്ടും ജനിച്ചിട്ടില്ല. അവൻ തിരിച്ച് ദൈവവചനത്തിന് നേരെ ചൂണ്ടുകയാണ്. വചനത്തിന് എന്താ പറ്റിയെന്ന്? എടാ വചനത്തിലല്ല പറ്റിയത്, നിനക്കാ പറ്റിയത്. നീ വീണ്ടും ജനിച്ചിട്ടില്ലെന്ന് ഇതുവരെ. നീ വീണ്ടും ജനിച്ചിട്ടില്ല. നീ പഴയ സൃഷ്ടിയായിട്ട് ഇന്നും ഇരിക്കുക. എന്നിട്ട് നിന്റെ തലച്ചോറ് കൊണ്ട് പരമാവധി ശ്രമിക്കുക ഈ പറയുന്നതെല്ലാം കൂടെ അങ്ങോട്ട് തലയ്ക്കകത്ത് കയറ്റാ. വേണ്ടാത്ത പണിയൊന്നും ചെയ്യല്ലേ. വല്ലയിടത്ത് ഊളംപാറ കൊണ്ടുപോയിട്ട് വരും. നീ ആദ്യം നിന്റെ ഹൃദയം ഒന്ന് തുറക്ക്. നിന്റെ ഹൃദയം ദൈവസന്നിധിയിലും നിന്റെ ഹൃദയവും മനസ്സും ദൈവസന്നിധിയിൽ ഒന്ന് തുറമേ. തമ്പിയുടെ ഹൃദയം ഇരിക്കുന്നത് പോലെ ചില ഹൃദയം ഇരിക്കുകയാണ്. ചാഴിയും മരപ്പെട്ടിയും എലിയും പാമ്പും കുറുക്കനും അല്ലേ, എന്തൊക്കെ ക്ഷുദ്രജീവി അകത്ത് കയറി ഇരിപ്പുണ്ട്. അതൊക്കെ ഇറങ്ങണം. എങ്കിലേ നിനക്ക് കർത്താവിനെ കാണാൻ പറ്റുള്ളൂ.
കർത്താവ് തന്റെ കരുണ ചെയ്തുകൊണ്ട് ആ ഭാഗം ശ്രദ്ധിക്കുന്നേ. സ്തോത്രം. അവിടെ വചനം പറയുന്ന ഭാഗം ശ്രദ്ധികളെ, ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കണ്ടോ കരുണയുള്ളവനാണോ എന്ന് നിന്നോട് ചോദിച്ചാൽ നീ എന്നാ പറയാ? അതെ 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 അതെ. നീ ഏതെങ്കിലും അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ ജീവിതത്തിൽ? നീ ഈ സഭയ്ക്കകത്തല്ല കൂട്ടായ്മയ്ക്കകത്ത് വന്ന് ഏതെങ്കിലും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ എല്ലാത്തിൻ്റെ അകത്ത് തല കുലുക്കല്ലേടാ. ഈ എന്താ കാട്ടുപോത്ത് തല കുലുക്കുന്ന പോലെ ഇങ്ങനെ പുല്ലൊക്കെ തിന്നിട്ട് പുറത്തൊന്ന് തോന്നിട്ട് തല ഇങ്ങനെ കൊമ്പിട്ട് ഇങ്ങനെ കാണിക്കും. ഇതുപോലെ നിന്റെ തല കുലുക്കലുണ്ട്. ആത്മീയ ജീവിതത്തിൻ്റെ അകത്ത് ഇങ്ങനെ തല കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. ഇത് പറയാതെ പറ്റത്തില്ല, ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ആരെങ്കിലുമൊക്കെ പറയണ്ടേ? എല്ലാവരും സ്തോത്രം. ഹല്ലേലൂയ. പണ്ടൊരു ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എവിടെ ചില സഭയ്ക്കകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ചെന്നാൽ ഈ പെട്ടിക്കട പോലെയാണ്. എല്ലാം ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു നാരങ്ങാ വെള്ളം, ഒരു സോഡ, ഒരു വിൽസ് അല്ല ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. എല്ലാ പെട്ടിക്കടയ്ക്കകത്തും ഇതേ ഉള്ളൂ. ഇതുപോലെ മിക്ക പെട്ടിക്കടകളാണ് ഇന്ന് മിക്ക സഭകളും. കൂടുതലൊന്നുമില്ല. എല്ലായിടത്തും ചെന്നാലും കാണുന്ന ഒരേ സാധനമുള്ളൂ. ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് നീ ഒന്ന് ക്ലിയർ ആകണം. കർത്താവിന്റെ വരവെടുത്തിരിക്കുകയാണ്. പോകണമെങ്കിൽ മതി. ആരാ? നീ പോയില്ലെന്ന് വെച്ച് നിനക്കേ നഷ്ടമുള്ളൂ. കർത്താവ്, ഞാൻ പറയും സ്തോത്രം, കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചൊരു കാര്യമാണ്. സ്വർഗത്തിൽ നിന്ന് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഒരു നദി ഒഴുകി ഇറങ്ങി അല്ലേ? മർക്കോസിന്റെ മാളികൂറിയിലേക്ക് ഇറങ്ങിയപ്പോ അവര് കൂടിയിരുന്ന 120 പേര് ആത്മാവിൽ നിറഞ്ഞു. ഹല്ലേലൂയ. 12 പേര് അതിന്റെ നടുവിൽ എഴുന്നേറ്റ്, 12 പേരുടെ നടുവിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ആ നദി പത്രോസിനെ തൊട്ടപ്പോൾ തന്നെ ആള് മാറി. ആ നദി ഇന്നും ഈ ഭൂമിയിലുണ്ട്. അത് യുവദാസം പറഞ്ഞ പദമാണ്, ഞാൻ കടമെടുത്ത് പറയുക. അത് യുവദാസം പറയാം, ആ നദി ഇന്നും ഭൂമിയിലുണ്ട്. ആ നദി സ്വതം നരിയാണിയും മുട്ടോളോ അരയോളോ അല്ല, നീന്തി തുടിക്കുന്ന അനുഭവത്തിലുള്ളവരുണ്ട്. ആ ആത്മനദിക്കകത്ത് നരിയാണി പറ്റത്തില്ല, മുട്ടോളം പറ്റത്തില്ല, അരയോളം പറ്റത്തില്ല. അതിൽ നീന്തി തുടിക്കുന്ന അനുഭവത്തിൽ ജീവിക്കുന്നവർ ഇന്നുമുണ്ട്. ആ ദൈവദാസം പറഞ്ഞ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്നാണെന്നറിയോ? ആ നദി ഇങ്ങോട്ടൊഴുകിയതുപോലെ തിരിച്ച് സ്വർഗത്തിലേക്ക് ഒഴുകും. അത് സ്വർഗത്തിലേക്ക് ഒഴുകുമ്പോൾ ആ നദിക്കകത്ത് നീന്തി തുടിക്കുന്ന സകല ആത്മാക്കളുമായിട്ടാണ് അത് മടങ്ങിപ്പോകുന്നത്. അതിൽ നീ ഉണ്ടാകണം. അതുകൊണ്ടാണ് ലവോദിക്ക സഭയ്ക്കകത്ത് പറയുന്നത്, നീ ഉഷ്ണവാനും ശീലവാനും ആകല്ലേ. നരിയാണിയോളം ഇരിക്കുമ്പോൾ നിനക്ക് ഇച്ചിരി അന്യഭാഷ കഴിയുമ്പോൾ പിന്നെ സ്തോത്ര ഹല്ലേലൂയ, പിന്നെ പഴയ വഴിക്ക്. അരയോളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നിന്റെ പകുതി ബുദ്ധി, നിന്റെ പകുതി വാശി പിടിക്കാതെ നീ പ്രാർത്ഥന ദൈവാത്മാവിന്റെ വഴിക്ക് വിടത്തില്ല. എന്നാൽ കംപ്ലീറ്റ് കൺട്രോൾ, സ്വയത്വം അല്ല സെൽഫിഷ്, ആ സെൽഫ് ഒന്ന് മാറണം. നിന്നിലെ സെൽഫ് ഒന്ന് മാറണം. സ്വയത്വം, ഞാൻ ഏതാണ്ട് സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, അത് മാറണം. ഞാൻ എന്തോ ആണെന്ന് പറയുന്നില്ല, അത് മാറണമെന്നേ. ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഏതാണ്ട് ആണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടല്ലോ, ഉണ്ട്. നീ ഏതാണ്ട് ആണെന്ന് നിന്നോട് ആരാണ്ടൊക്കെ പറഞ്ഞിട്ടല്ലേ നീ അങ്ങനെ ഇരിക്കുന്നേ? അതായത് നീ ആരുടെയൊക്കെയോ വാക്ക് എപ്പോഴൊക്കെയോ കേട്ട് നിന്റെ ഹൃദയത്തിൽ വലിയ സ്ഥാനം കൊടുത്തിട്ടില്ലേ? നിനക്ക് എന്തുകൊണ്ടാണെന്നറിയാവോ നിന്നിലെ സ്വയത്തം വിടാൻ കഴിയാത്തത്? നിന്റെ ഹൃദയത്തിൽ ആരൊക്കെയോ കയറി ഇരിപ്പുണ്ട്. നിന്നെ കുറിച്ച് പറഞ്ഞ വാക്കുകളും നിന്റെ മുഖസ്തുതി പറഞ്ഞതൊക്കെ നിന്റെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. നീ എന്നത് നിന്റെ ഹൃദയത്തിൽ നിന്ന് വിടുവോ അന്നേ നീ രക്ഷിക്കപ്പെടുകയുള്ളൂ. അല്ലേ? അനേകര് പറഞ്ഞ കാര്യങ്ങൾ ഹൃദയത്തിൽ കിടക്കുക, അതൊന്നും ഹൃദയത്തിൽ നിന്ന് പോയിട്ടില്ല, ഇതുവരെയും പോയിട്ടില്ല. ഹൃദയത്തിൽ നിന്ന് ഇതുവരെയും പോയിട്ടില്ല. അത് പോകാൻ മാത്രമേ നിനക്ക് കാണേണ്ടവനെ കാണാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഈ വേഷം കെട്ടി ക്ലീൻ ചെയ്യാൻ പോയിട്ട് വെള്ളയിട്ട് വന്ന് ഇരിപ്പുണ്ടെന്നേ മനുഷ്യർക്ക് കാണാൻ കൊള്ളാം. പിശാച് പോലും ചിരിക്കും, എന്ത് രസമാണ് നോക്കിയുടെ നല്ലൊരു പെന്തക്കോസുകാരൻ. പിശാച് പറയും എന്നാന്നറിയോ, അകം മുഴുവനും കല്ലറ പോലെ നാറിയിരിക്കുകയാണ്. നീ പുറമല്ല ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. നിന്നെയല്ല പിന്നെ ആരെയാ വെള്ള തേച്ച കുഴിമാടനെന്ന് വിളിക്കുന്നേ? ഒന്ന് പറഞ്ഞേ, വേറെ ആരെ വിളിക്കുന്നേ? നമുക്കിത് കേൾക്കുമ്പോൾ ദേഷ്യം, ഇത് വേറെ ആരും സമുദായക്കാരെ വിളിക്കുന്ന കാര്യമില്ല. അല്ലടാ, കർത്താവിന്റെ പ്രമാണത്തിലേക്ക് വരാൻ കഴിയാതെ പരീക്ഷന്റെ ആത്മാവും ബുദ്ധിയുമായിട്ടിരിക്കുന്നു നിന്നെ കുറിച്ച് തന്നെ പറയുന്നതാണിത്. അല്ലേ? ശ്രദ്ധിക്കണം. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ജനത്തെ ഒരുക്കണം. കർത്താവിന്റെ വരവിൽ അവരെടുക്കപ്പെടണം. സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേനും നിങ്ങളെ ഓരോരുത്തരെയും ചെത്തി വെടിപ്പാക്കിയതിന്റെ പ്രതിഫലം ഞാൻ മേടിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ മുമ്പിൽ ഞാൻ ലജ്ജിക്കാൻ ഇടയാകരുത്. ദൈവത്തിന്റെ ആത്മാവ് പൂർണ്ണമായി വെളിപ്പെടുത്തുമ്പോൾ അതിന് പൂർണ്ണമായി വിധേയപ്പെട്ട് ഏൽപ്പിച്ച് കൊടുക്കണം. അതെന്റെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? കേട്ട് കാര്യങ്ങൾ ഗ്രഹിച്ച് ക്രമീകരിക്കപ്പെടണം. അത് ക്രമീകരിച്ച് ദൈവസന്നിധിക്ക് അടുത്തു വരണം.
വചനം കേൾക്കുന്നവരെല്ലാം കേൾക്കുന്ന വചനത്തിന് മുമ്പിൽ കടക്കാരാണെന്ന് ഓർക്കണം. നീ എന്നത് അനുസരിക്കുന്നു അന്ന് വരെ അത് കടമായിട്ട് നിൽക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ചിലര് വചനം ഇങ്ങനെ പഠിച്ച് തലയ്ക്കത്ത് വെച്ചേക്കുക, അതെല്ലാം തലച്ചോറ് നിറച്ച് കടം കയറിയിരിക്കുക. നീ ഒരു കാര്യം പോലും അനുസരിക്കുന്നില്ല അതിൻ്റെ അകത്ത്. നീ മനപ്പാഠം പഠിച്ചു വെച്ചതും അറിഞ്ഞതും തിരിച്ചറിഞ്ഞതുമായ പലതും നിന്റെ മുമ്പിൽ കടമായിട്ട് നിൽക്കുകയാണ്. നീ അറിഞ്ഞ ഒരു വചനം പോലും നീ അനുസരിച്ചിട്ടില്ല. ഞാൻ വളരെ ചിന്തിക്കുന്ന ഒരു കാര്യം കേട്ടോ, ഈ ക്ലാസ്സിലൊക്കെ ഒത്തിരി തോറ്റൊക്കെയാണ് ഞാൻ കയറി വന്നത്, എനിക്കറിയാവുന്ന കാര്യമാണ്. ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ എല്ലാ വിഷയത്തിലും ജയിച്ചോന്നറിയാനായിട്ട് അവിടെ നോട്ടീസ് ബോർഡിനകത്ത് പോയി ചെല്ലുമ്പം P പാസ്സും ഉണ്ട്, F ഫെയിലും ഉണ്ട്. F കണ്ടാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരും അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ നോട്ടീസ് ബോർഡിൽ ചെന്ന് നമ്മുടെ റിപ്പോർട്ട് അവിടെ കിടക്കുമ്പോൾ എൻ്റെ പേരിൻ്റെ അപ്പുറത്ത് എല്ലാം പാസ്സാണോ അതോ പാസ്സായിട്ടുള്ളത് കാണിച്ച് അത് കംപ്ലീറ്റ് ആ റോ മുഴുവനും P എന്നുള്ളത് കണ്ടാൽ മാത്രമേ നമുക്ക് സ്വസ്ഥതയുള്ളൂ ഇല്ലേ? നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ നിത്യതയുടെ വിഷയത്തിൽ ആ പേടിയുണ്ടോ? ഉണ്ടോ? ഉറങ്ങിയോ? ഹല്ലേലൂയ. ഞാനീ പറഞ്ഞ കാര്യം കേട്ടോ, ആവർത്തിക്കുന്നില്ല, ഓർത്ത് കണ്ടുപിടിച്ചോ. സ്വന്തം നിന്റെ പേര് ജീവപുസ്തകത്തിൽ ഇല്ലെങ്കിൽ നീ ഒന്ന് ഓർത്തോ. നിങ്ങൾക്ക് പേടിയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നീ അവിടെ ചെല്ലുമ്പോൾ നീ പരീക്ഷ എഴുതിയിട്ടാ വരുന്നത് വഴിക്ക് വെച്ച് കാണാമെന്ന് നീ പറയോ? ഇല്ല, പറയില്ല. കാര്യം എന്നറിയാവോ? നീ ചോദ്യങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരും. നിന്നെ പഠിപ്പിച്ച ടീച്ചർമാരുടെ മുമ്പിൽ നീ ഉത്തരം പറയണം. നിന്റെ കൂടെ ഇരുന്ന കൂട്ടുകാരോട് നീ ഉത്തരം പറഞ്ഞ അത് പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. വീട്ടിലേക്ക് വെറുതെ വരാൻ പറ്റില്ല. അപ്പന്റെ അമ്മയുടെ അടുത്ത് വെറുതെ പറയാൻ പറ്റില്ല. പറ്റുമോ? അവന്റെ സമൂഹം എന്ന ആ വ്യക്തി ആയിരിക്കുന്ന ആ വ്യക്തി വെറുതെ വരാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ പിതാവ് നിന്റെ പാപത്തിന്റെ കടത്തിന് വേണ്ടി പ്രിയപുത്രനെ തന്നിട്ട് നീ രക്ഷിക്കപ്പെടാതെ ഇവിടെ ഇരുന്ന് ഒരു കാലഘട്ടം മുഴുവൻ പെന്തക്കോസിന്റെ അകത്തിരുന്നിട്ട് നീ നരകത്തിൽ പോകാനാണെങ്കിൽ നിന്റെ റിപ്പോർട്ട് വായിക്കുമ്പോ നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് മടങ്ങി വന്നേ പഴയ വീട്ടിൽ കയറിയിരിക്കും ഈ ഭൂമി ആകാശവും ഇല്ല പിന്നീട്? അവിടെ പോട്ടെ, എന്നെ നരകത്തിലേക്ക് വിടും. നരകത്തിൽ നിനക്ക് ആരാ കിടക്കുന്നത്? അവിടെ വല്ലവരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? പലർക്കും നിത്യതയെക്കുറിച്ചുള്ള ഗ്രാഹ്യമില്ല. നിങ്ങൾ നിത്യതയെക്കുറിച്ചുള്ള ഗ്രാഹ്യം ഉള്ളവരാണെങ്കിൽ ആമേൻ, നിങ്ങൾ നിങ്ങളുടെ നിത്യതയ്ക്ക് വേണ്ടി കരുതുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അടുത്ത ക്ലാസ്സിലേക്ക് പോയില്ല, അവൻ തോറ്റുപോയെങ്കിൽ അവനെ കൂട്ടുകാരൊരിക്കും പൊട്ടൻ, മണ്ടൻ, തലച്ചോറില്ലാത്തവൻ, തലയ്ക്കകത്ത് കളിമണ്ണുള്ളവൻ. ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ടിട്ടുള്ളവരുടെ കാര്യം പറയുന്നത് കേട്ടോ, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അനുഭവിക്കുന്ന അപമാനവും മാനസിക ദുഃഖവും എത്ര അധികമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 10ാം ക്ലാസ്സിൻ്റെ അകത്ത് മാത്തമാറ്റിക്സിൻ്റെ അകത്ത് അവസാനത്തെ സെമിസ്റ്ററിൽ അവസാനത്തെ ടേം വരെ നോക്കിയിട്ടും മാത്സ് ജയിക്കുന്നില്ല. എത്ര ജയിക്കുന്നേ ഇല്ല. എങ്ങാണ്ട് 2 മാർക്കോ 3 മാർക്കും കാണാൻ 100 എനിക്ക് കിട്ടുന്നത്. ചിന്തിക്കണം, എല്ലാം തെറ്റാ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന 10ാം ക്ലാസ്സിൽ എന്നെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ശങ്കറാണ് എന്നെ കുത്തി ഇരുന്ന് പഠിപ്പിച്ചത്. ശങ്കർ എന്നെ ഇരുന്ന് പഠിപ്പിക്കുക. എന്നപ്പോൾ എല്ലാ ഫോർമുലാസും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്നെ ഇരുന്ന് പഠിപ്പോൾ ടീച്ചർമാരെ എടുക്കുന്ന എഫർട്ടിനേക്കാൾ അധികം ഇവൻ എനിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു തരിക. എനിക്ക് ശരിക്കും മനസ്സിലാകുന്ന രീതിയിൽ അവൻ പഠിപ്പിച്ച് നല്ല പൂർത്തീകരണം വരികയാണ്. മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു എഫർട്ട് ഭയങ്കരമാണ്. ഞാൻ പറയട്ടെ, ശമ്പളം മേടിക്കുന്നത് സ്കൂളിലെ ടീച്ചർ എത്ര രൂപ? 15, 20, 25 മേടിക്കും. എന്നാൽ 5 പൈസ ശമ്പളം കിട്ടാതെ സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെ പഠിപ്പിക്കുന്ന ശങ്കറിന് ഞാനൊരു കോല് എന്താ പറയുന്നത്, ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുത്തിട്ടില്ല. എന്താ അതിന്റെ പിന്നിലെ കാരണം? അതാണ് ഒരാത്മാവിനെ കുറിച്ചുള്ള ആ ചിന്തയുണ്ടല്ലോ, ആ ഗ്രാഹ്യം നമ്മെ നയിക്കട്ടെ. ശങ്കർ പലപ്പോഴും എന്നെ വളരെ വളരെ ദേഷ്യത്തോടെ സംസാരിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ടുണ്ട്. ടീച്ചർമാർ ഷൗട്ട് ചെയ്തിട്ടില്ല, ഇവൻ ഷൗട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്നാണെന്നറിയാവോ? ഞാൻ തോറ്റുപോയാൽ അവനൊന്നുമില്ല, പക്ഷേ അവൻ പഠിപ്പിച്ചിട്ട് ഞാൻ തോറ്റുപോയാൽ അവനത് ദുഃഖമായി തീരും. അതുണ്ടാകരുത്. അവസാനത്തെ സ്പോട്ടിൽ വരെയും എനിക്ക് കാര്യം പറഞ്ഞു തന്നൊരു നല്ല കൂട്ടുകാരനുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ സ്വർഗം നിന്റെ ഹൃദയത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ ആ നല്ല കാര്യസ്ഥൻ നീ പാപത്തിൽ വീടാതെ നീ ദൈവകൃപയിൽ മുന്നേറുക. നിന്നെ ഉത്സാഹിക്കുമ്പോൾ നീ അവനോട് അലക്ഷ്യമാകരുത് കേട്ടോ.
നിന്റെ അവസാന ശ്വാസം വരെയുള്ളൂ. ഞാൻ ഇന്നലെ ഞാൻ പല കാര്യങ്ങൾ പഠിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ വളരെ ആഴത്തിലായിട്ട് പല കാര്യങ്ങളും ഞാൻ കാണും. അപ്പം ഒരിക്കൽ ഞാൻ ഒരിക്കൽ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. ആ മരണത്തിന്റെ അവസാന നേരത്ത് വലിയ പ്രായമില്ലാത്ത ഏതാണ്ടൊരു 40-45 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്ത്രീ, അവര് ഏതോ രോഗം വന്ന് മരണക്കിടക്കയിലിരിക്കുക. അപ്പൊ കുടുംബക്കാരെല്ലാം അടുത്തുണ്ട്. അപ്പോൾ അവർക്ക് നല്ല ബോധമുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവർക്ക് മരണം സംഭവിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ കൂടാന്നിരിക്കുക. നല്ല യങ് ആയിട്ടിരിക്കുന്ന സ്ത്രീയാണ്. അവർ പെട്ടെന്ന് അവരുടെ BP യും പൾസും എല്ലാം ഇത് കാണിക്കുന്ന റീഡിങ് പെട്ടെന്ന് അവരുടെ മരണത്തിലേക്ക് കാണിച്ചു. അപ്പോൾ റീഡിങ് വളരെ മോശമായിട്ട് കാണിച്ച ഉടനെ അടുത്ത് നിന്നവര് ചോദിക്കുന്നുണ്ട്, നീ എന്നാ ഉണ്ട്, നിനക്ക് എന്നാ ഉണ്ട്? അപ്പം ഡോക്ടേഴ്സ് പറയാം, ആ വ്യക്തി മരിച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുകയാണ്, ഞാനിരിക്കുന്ന സീലിങ്ങിന്റെ മുകളിൽ നിന്ന് 4 പേരെന്നെ നോക്കുന്നു. അപ്പൊ എത്ര പേരെന്ന്? ആദ്യം 4 പേരെന്ന് പറഞ്ഞു, പിന്നെ 5 പേരെന്ന് പറഞ്ഞു. അപ്പോൾ അവരാരാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് ആരാണെന്ന് അറിയത്തില്ല, അവര് 4 പേര് അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ചിരിച്ച് കളിച്ച് നിന്ന അവര് നിമിഷ നേരം കൊണ്ട് അവര് പറഞ്ഞു, അവരെന്റെ അടുക്കിലേക്ക് വരുന്നു, ഇറങ്ങി വരുന്നു പറഞ്ഞു. അതിലൊരു രൂപം അടുത്തേക്ക് വരുന്നു പറഞ്ഞപ്പം നിന്ന നിപ്പിന് ആ മരണപ്പെടുന്ന വ്യക്തിയുടെ മുഖം പെട്ടെന്ന് മാറി ഭയപ്പെട്ട് നോക്കുന്ന ഒരു നോട്ടത്തോടു കൂടി അവരുടെ പ്രാണൻ എടുക്കപ്പെട്ടു. അവരുടെ പ്രാണൻ എടുക്കപ്പെട്ടു. അപ്പോൾ ഞാൻ അത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ സങ്കീർത്തനങ്ങളെല്ലാം കീറി പോകും. ആമേൻ. മരണത്തിന്റെ അധികാരിയായ പിശാച്, ഹല്ലേലൂയ, രക്ഷിക്കപ്പെടാത്ത അവളുടെ ആത്മാവിനെ അവകാശം പറഞ്ഞു കൊണ്ടുവരുവാൻ ഇറങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, കുഞ്ഞാന്റെ രക്തത്താൽ രക്ഷിക്കപ്പെടാത്ത ഒരുവൾ അവിടെ കിടന്ന് നോക്കുകയാണ് വരുന്ന സാധനത്തെ. വയസ്സ് 45 വർഷം നീ ദൈവത്തെ അറിഞ്ഞോ? രക്ഷിക്കപ്പെട്ടോ? വീണ്ടും ജനിച്ചോ? ഇല്ല, ഞാൻ എന്റെ സുഖങ്ങളിൽ നടന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. ഞാനൊരു കാര്യം പറയാൻ കേട്ടോ, അവസാനത്തെ നിമിഷം വരെയും വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം കൂടെ പിടിച്ചിട്ട് നീ വ്യാജമായിട്ട് പ്രശംസിക്കരുത്, വ്യാജമായിട്ട് സന്തോഷിക്കരുത്, വ്യാജമായിട്ട് ആശ്രയിക്കരുത്. അവർ വെറും നിഴലത്രേ. നീ നിന്റെ ആയുസ്സിൽ തീരുമാനിക്കണം എവിടെ പോണമെന്ന്. ഹല്ലേലൂയ. ആ രംഗം വളരെ ഭീകരമായിരുന്നു. അവരെ കാണാൻ നല്ല ഭംഗിയാ, വളരെ സ്കെൽറ്റാണ്. നല്ല വൈറ്റ് കളറാണ്, നല്ല രസം കാണാനുണ്ട്. പക്ഷേ അവരാ അവസാനത്തെ സ്പോട്ടിൽ അവർ പറഞ്ഞു, വന്ന 5 പേരിൽ ഒരാൾ ഇറങ്ങി വരുന്നു എന്ന് പറയുകയും മുഖത്തിന്റെ രൂപം വല്ലാതെ മാറിയ കണ്ണ് തുറന്നിരുന്നു തന്നെ അവർ മരിച്ചു. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഈ ശരീരം വിട്ടാൽ, നമ്മുടെ പ്രാണൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ നമ്മളെ കൊണ്ടുപോകുവാൻ ദൈവം തന്റെ ദൂതന്മാരെ അയക്കണം കേട്ടോ. നീ ഇവിടെ കിടന്നുകൊണ്ട് കാണിച്ചാലൊന്നും നടക്കൂല. പിന്നെ എന്ത് വേണം? നല്ല ജീവിതത്തിന് അർഹനായിരിക്കണം. എന്താ ഈ നല്ല ജീവിതം? വചനപ്രകാരം ക്രമീകരിക്കണം. ഏറ്റവും നല്ല കാര്യം ഞാൻ പറയാം, ദൈവം തന്റെ പുത്രനെ അയച്ചത് നീ സ്വീകരിക്കാതെ നിനക്ക് ലോകത്തിലുള്ള സുഖങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നീ അന്വേഷിച്ചാൽ, ഹല്ലേലൂയ, നീ അവസാന നേരത്ത് വിരളും, നീ രക്ഷിക്കോ എന്ന് നിലവിളിക്കും. ഒന്നും നടക്കൂല. ശ്രദ്ധിക്കണേ. വ്യക്തിപരമായി ദൈവമായിട്ട് ബന്ധം വേണം. വ്യക്തിപരമായി ക്രിസ്തുവുമായിട്ട് ബന്ധം വേണം. ഈ എഴുതിയിരിക്കുന്ന വചനം ഒന്നും കൂടെ വായിച്ചേ. ഒന്നും കൂടെ വായിച്ചേ. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കണ്ടോ? എന്തുകൊണ്ടാണ് അവരുടെ അവസാന നേരം അങ്ങനെ ഒരു ദുരന്തം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? പാപം അവരിൽ നിന്ന് കഴുകപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കണം, എന്റെ പാപം എന്നിൽ നിന്ന് പുത്രന്റെ രക്തത്താൽ കഴുകിക്കളഞ്ഞു. ഹല്ലേലൂയ. അതിന് തെളിവെന്നാന്നറിയാവോ? എന്താ? നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന സമാധാനം, നിത്യസമാധാനം. നീ സ്നാനപ്പെട്ടു എന്ന് അവകാശപ്പെട്ട് നിന്റെ ജീവിതത്തിൽ സമാധാനമില്ലെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ. നീ വീണ്ടും ജനിച്ചോ എന്നുള്ളത് ചിന്തിച്ചോണേ. എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്രമീകരിച്ചോണേ.
നമ്മുടെ പാപത്തിന് പരിഹാരം വന്നോ? എല്ലാരും ചിലരെന്നാന്ന് പറയും, ഗിദയോന്റെ കൂടെ പോയ ചിലരുണ്ട്, അവനും ഇവനൊക്കെ പറഞ്ഞ ഞാൻ ആമേന് സ്തോത്രം പറഞ്ഞു. നീ വെറുതെ കളിപ്പിക്കപ്പെട്ട. ഇന്നും ചിലര് പെന്തക്കോസി വന്നിട്ട് സ്നാനപ്പെട്ടിട്ടും ഈ മതത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. മാർഗത്തിന്റെ അനുഭവം എന്നാന്ന് പറയും. മാർഗത്തിന്റെ പ്രത്യേകം, നമ്മെ രക്ഷിച്ചവൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ദൈവം നമ്മളോട് കൂടെ വസിക്കുകയാണ്. ഇതാണ് മാർഗത്തിന്റെ പ്രത്യേകത. മതത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? അവിടെ ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ആ രാവിലെയും വൈകിട്ടും തെറ്റുകൂടാതെ പാടണം, അത് വായിക്കണം, അത് ചിന്തിക്കണം. നിന്നെ കൊണ്ടുപോകാൻ നിന്റെ പ്രാണം വിടുന്ന സമയത്ത് കാലം വരും. പച്ചയ്ക്ക് പറഞ്ഞാൽ മരണത്തിന്റെ ദൂതൻ വരും. അല്ലാതെ നിന്നെ കൊണ്ടുപോകാൻ ആരാ വരുന്നേ? നീ ഒന്ന് പറഞ്ഞേ. ഒരു ആയുസ്സിൽ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. കർത്താവിന്റെ കൃപാവരങ്ങളെ തന്നു. അത് ജ്വലിപ്പിച്ച് കർത്താവ് ആരാണെന്ന് അറിയണം. ഒരിക്കലും ദൈവാസം പ്രസംഗിച്ച് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. നാം ഹല്ലേലൂയ, നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ നമ്മളെ കുറിച്ച് കർത്താവിന് ഒരു ക്ലെയിം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാകണം. എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ എന്നാന്ന് ചോദിച്ചപ്പോ, ഞാൻ വിൻസെന്റ് ആകുന്ന എനിക്ക് പറയാൻ പറ്റും, ഞാൻ എവിടെ പോയാലും അതിൽ ദൈവത്തിന്റെ കരചലനം എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. വിൻസെന്റിനെ ദൈവം നടത്തുന്നത് സ്പെഷ്യൽ റൂട്ടിലാണെന്ന് വിൻസെന്റ് അറിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ഉറപ്പുണ്ടോ? നിങ്ങൾ ഇറങ്ങുന്നിടത്തൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെന്നും ദൈവം നിങ്ങളെ നടത്തുന്നതിൻ്റെ അകത്തൊരു പ്രത്യേക കരുതലുണ്ടെന്നും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പോഴും പറയുന്നത് വിൻസെന്റിനെ ദൈവം നടത്തുന്നത് ആമേൻ സ്തോത്രം ഞങ്ങളും രക്ഷപ്പെട്ടു. അങ്ങനെയാണോ? എങ്കിൽ ഇന്ന് മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. വചനം ശ്രദ്ധിക്കണം, കാര്യം ശ്രദ്ധിക്കണം. ആ ശങ്കരന് ഇപ്പോഴും ഓർമ്മ വരും. എന്നോട് എന്ത് വഴക്ക് പറഞ്ഞു, പക്ഷെ ഞാനിപ്പോഴും ഓർക്കുക. അന്ന് നല്ല മാർക്കോട് കൂടെ തന്നെ മാത്തമാറ്റിക്സ് ജയിക്കാൻ ഇടയായി തീർന്നു. അവൻ ശാസിച്ചതിനൊക്കെ ഗുണമുണ്ടായി. ഞാൻ ഇന്നും ഓർക്കുന്നു, വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങളോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് ശാസിക്കുന്നേ. നിങ്ങൾ 100 പേരോട് പറയും സ്നേഹമുള്ളവരെ ശാസിക്കും. നിങ്ങളെ ശാസിക്കുമ്പോൾ മോഹം പാടുകയും ചെയ്യും. അല്ലേ? അതുണ്ടാകരുത്. ഹല്ലേലൂയ. തുടർന്ന് വായിച്ചേ, അടുത്ത ഭാഗം വായിച്ചേ. അവരവരുടെ അകൃത്യങ്ങളെ എന്ന് കർത്താവിന്റെ അരുളപ്പാട്. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു, എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. അല്ലേ? അപ്പോൾ സ്തോത്രം, അതിനെല്ലാം മാറ്റം വരികയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ നമുക്ക് അടുത്ത ഒരു ഭാഗം കൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അതിൻ്റെ നമ്മൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 6:44 വായിച്ച് നമുക്കതിൻ്റെ 6:65 വായിച്ചാലോ? 65 തൊട്ടിപ്പുറത്ത്. ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരുവാൻ ആർക്കും കഴിയത്തില്ല. ആമേൻ. എന്ത് പറഞ്ഞിട്ടാ ഇത് പറയുന്നതെന്ന് അറിയാവോ? ഹല്ലേലൂയ. അതിന്റെ 60-ാം വാക്യം. സ്തോത്രം. അല്ല, അതിന്റെ 55 മുതൽ വായിച്ചേ. അല്ല, 54 മുതൽ വായിക്കേ. എന്റെ മാംസം തിന്നുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകും. അതെ. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. കണ്ടോ? കർത്താവ് തന്റെ ശരീരത്തെ സ്തോത്രം ഹല്ലേലൂയ ദൈവസഭയ്ക്ക് വേണ്ടി നൽകുമ്പോൾ
ഹല്ലേലൂയ, എന്നെ തിന്നുക എന്ന് പറയുമ്പോൾ സ്വതം അവന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും അവന്റെ രക്തം സാക്ഷാൽ പാനീയമാവുന്നു, അപ്പവും വീഞ്ഞും അല്ലേ. അത് ദൈവസഭയ്ക്ക് നൽകുവാനായിട്ട് കർത്താവിന്റെ തിരുമേശയുടെ ഓർമ്മയ്ക്കായിട്ട് നൽകുന്നതാണ്. എന്നാൽ ഇത് ലിറ്ററലായിട്ട് തന്നെ കർത്താവ് അങ്ങ് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇത് അപ്പോ ഇത് വീഞ്ഞ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ പോകത്തില്ല. അപ്പൊ ചിലരുടെ ഇടയിൽ നിന്ന് ദൈവം മാറ്റിക്കളയാൻ സ്പഷ്ടമായിട്ട് ചിലതൊക്കെ പറയും. മനസ്സിലാകുന്നുണ്ടോ എന്താണ് അവിടെ ഉണ്ടാകുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. 57 അതിന്റെ 56, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവര് എന്നിലും കണ്ടു. ഇത് കേൾക്കുമ്പോ അവർ ചിന്തിക്കുന്നത് ഈ എന്താ പറയുന്നത്, നരഭോജികളെ അല്ലെങ്കിൽ മാംസഭോജികളെ കുറിച്ചാണ് ഈ പറയുന്നത്, അല്ലെ മനുഷ്യ മാംസം തിന്നുന്ന കാനിബൽസിനെ കുറിച്ചാണ് ഈ പറയുന്നതെന്നാണ് അവിടെ യഹൂദന്മാരും അതുപോലെ റോമക്കാരും ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇത് കേട്ടോണ്ടിരുന്നപ്പോ പറഞ്ഞു, ഇത് യഹൂദന്മാർ പറഞ്ഞു, നമുക്കിത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. മനുഷ്യനെ തിന്നാനോ മനുഷ്യന്റെ രക്തം കുടിക്കാനോ ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. മനസ്സിലാക്കണേ, ശിശുക്കളെയൊക്കെ ഓടിച്ചെന്ന് വിടുക ആദ്യം കേട്ടോ. ഇതൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോൾ നമ്മൾ ഇരിക്കുന്നല്ല, അതിനെ വിവേചിക്കുവാൻ ശക്തിയില്ലാത്തവനൊക്കെ വചനം കേട്ട് കഴിഞ്ഞിട്ടുള്ള നിൽക്കത്തില് ഓടിപ്പോവുക തന്നെ ചെയ്യും. വായിച്ചോ അടുത്ത. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അതായത് ശ്രദ്ധിക്കണം, ഇവിടെ കൃത്യമായിട്ട് കർത്താവ് പറയുന്നുണ്ട്, എന്നെ പിതാവ് അയച്ചതാണ്. അവിടെ വായിക്കുന്ന എന്താണ്? ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ. അതായത് പുത്രനാകുന്ന യേശുക്രിസ്തു ഭൂമിയിൽ ഇരിക്കുമ്പോഴും പുത്രന്റെ ജീവന്റെ ആധാരം സ്വർഗീയ പിതാവാണ്. അങ്ങനെ ഞാൻ പിതാവിന്റെ കൃപയിൽ ജീവിക്കുന്നത് പോലെ പിതാവിനാൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർ ഞാൻ മുഖാന്തരവും ജീവിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ യെരൂശലേമിൽ കലഹം ഉണ്ടായി. പക്ഷെ ഈ തൊടുപുഴയുടെ നടുവിൽ അത് പ്രസംഗിച്ചപ്പോൾ ഒരു കലഹവും ഇല്ല. എന്നാ കാരണം? അതാണ് വ്യത്യാസം അല്ലേ. ഇവിടെ വല്ല കലഹമുണ്ടോ? ഇവിടെ ഒരു കലഹവുമില്ല. നമ്മൾ എന്താ കേട്ടത്? നാം കേട്ടത് പിതാവിനാൽ പുത്രൻ അയക്കപ്പെട്ടു. പുത്രനാകുന്ന ക്രിസ്തുവോ പിതാവിനാൽ ജീവിക്കുന്നത് പോലെ പിതാവിനാൽ അയക്കപ്പെടുന്നവർ പുത്രൻ മുഖാന്തരം ജീവിക്കും. താൻ അയച്ച പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഇന്ന് ജീവിക്കുകയാണ്. അവൻ നമുക്ക് വീണ്ടെടുപ്പിന്റെ വിലയാകുന്ന തന്റെ രക്തം മറുവിലയായി കൊടുത്തപ്പോൾ, നമ്മെ വീണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ, നമ്മൾ ഇന്ന് നമ്മളിൽ വ്യാപരിക്കുന്ന ജീവന്റെ ആധാരം, നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചവന്റെ നാമമാണ് നമ്മുടെ ജീവന്റെ ആധാരം എന്ന് തിരിച്ചറിയണം. ഇതാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. ഈ തിരിച്ചറിവ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്നതാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ വചനത്തിന് ശേഷമാണ് ഇവിടെ അടുത്ത ഭാഗം വായിക്കുന്നത്. അവിടെ വായിക്കുന്ന എന്താണ്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. അവൻ കഫർന്നഹൂമിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് ഇത് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഈ അതേ അധ്യായത്തിലാണെന്ന് ഓർക്കണം. ഇതേ അധ്യായത്തിലാണെന്ന് ഓർക്കണം. ഹല്ലേലൂയ. അവിടെ കുറെ പേർക്ക് അതിന്റെ 6-ാം അധ്യായം ആരംഭിക്കുന്നത് മുഴുവൻ ഈ 5000 പേർക്ക് അപ്പം കൊടുത്ത കാര്യമാണ് ഈ പറയുന്നത്. ഈ ടീംസ് എല്ലാം അടുത്തത് കർത്താവിന്റെ ശുശ്രൂഷയിൽ എപ്പോഴാണ്? കഴിഞ്ഞ തവണ അപ്പവും അപ്പവും മീനുമാണെങ്കിൽ അടുത്ത തവണ ഇനി അപ്പവും ഇറച്ചിയുമായിരിക്കും കിട്ടാൻ പോകുന്നത്. ഈ ചിന്ത നടക്കുന്നവരുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അവര് ഈ പരിപാടി വിട്ട് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ വചനം കടിപ്പിക്കണം. മനസ്സിലാകുന്നുണ്ടോ? കുറെ പേര് വിട്ടുപോകണം. ഞാൻ മനസ്സിലാക്കുന്ന ഒരു ശിഷ്യന്മാര് പലരും പിന്നെ അവനെ അനുഗമിച്ചില്ലെന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നേ, എന്നെ മനസ്സ് പറയുന്നൊരു കാര്യമാണ്. ഒരു പക്ഷേ ഈ ശിഷ്യന്മാരിലിരിക്കുന്ന പലരും സ്തോത്രം ഈ തിന്നാൻ വന്നവരോട് പറയുന്നുണ്ടാകാം, ദേ ഇപ്പൊ കൂടെ നിന്നോ, നാളെ വേറെ കിട്ടുന്നത്, നാളെ വേറെ ഫ്ലേവർ ആയിരിക്കും, വേറെ ഐറ്റം ആയിരിക്കും വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ പിന്തുടരാതിരിക്കേണ്ട, സ്തോത്രം പറഞ്ഞ് പുറകെ കൂടിക്കോ. മനസ്സിലാക്കണം? ഈ പ്രസംഗം നടക്കുന്ന ഒത്തിരി പെന്തക്കോസ് ചർച്ചകളുണ്ട്, ഒത്തിരി ഇടമുണ്ട്. ഇത് പ്രസംഗിച്ചു കൊണ്ടുപോകുന്ന ഇടങ്ങളുണ്ട്. പക്ഷെ നടക്കാൻ പോകുന്നത് എന്നാണെന്നറിയാവോ? കർത്താവ് വചനം കടുപ്പമാക്കാൻ പോകുകയാണ്. കർത്താവിന്റെ പേരിൽ ചെയ്തു കൂട്ടുന്ന പരിപാടി കർത്താവിന് അവസാനിപ്പിക്കാൻ അറിയാം. മനസ്സിലാകുന്നത്? കർത്താവിന് അവസാനിപ്പിക്കാൻ അറിയാം. ഒറ്റ കാര്യമുള്ളൂ, വചനം കടുപ്പമാകും.
തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം വിവേചിക്കുവാൻ കഴിയാവുന്നത് അവശേഷിപ്പിച്ചിട്ട് ശേഷമുള്ളവരല്ല ഈ ഫീൽഡ് വിടും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ആമേ. കാര്യം ക്രിസ്തു അത് ചെയ്തെങ്കിൽ ഈ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് അത് വീണ്ടും ആവർത്തിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. വചനത്തെ കടുപ്പിക്കും ദൈവം. ആർക്കും ഗ്രഹിക്കത്തില്ല. അപ്പൊ വചനം എല്ലാരും പറയും ഇത് കഠിന വാക്കാണ്, ഇത് കഠിന വാക്കാണ്. കഠിന വാക്കാണെന്നും പറഞ്ഞിട്ട് ഇവര് തീറ്റയും കൂടിയും നിർത്തിയില്ലല്ലോ. നിർത്തിയോ? കർത്താവിനെ ഉപേക്ഷിച്ചേ ഉള്ളൂ. തീറ്റയും കൂടിയും നടക്കും. നാളെ മറ്റൊരിടത്ത് മറ്റൊരു പബ്ലിക് സപ്ലൈ മറ്റൊരിടത്ത് നടന്നാൽ പൊതുവിതരണം മറ്റൊരുന്നിന്റെ ലെവലിൽ കിടവന്ന് അവിടെ പോയി കൈയടിക്കൂര്. പോട്ടെ അവർ പോയി കൈയടിക്കട്ടെ. അവർ സ്തോത്രം ഹല്ലേലൂയ. കർത്താവിന്റെ വരവിങ്കൽ ദൈവത്തിന്റെ വചനപ്രകാരം പറയട്ടെ, ആളെ കാറ്റടിക്കും, നദികൾ പൊങ്ങും, അവരടിച്ച കുമ്മായത്തെ ആര് സൂക്ഷിക്കും? ആ ചുമരിനെ ഇടിച്ചു കളയും ദൈവം. വായിച്ചാട്ടെ. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് കണ്ടോ, ഇത് കഠിന വാക്ക്. ഏതാണോ കഠിന വാക്ക്? നിനക്ക് തിന്നാൻ കിട്ടാത്തതാണോ കഠിന വാക്ക്? അത് ഉള്ളതുപോലെയാണെന്ന് കേൾക്കുന്നതാണോ കഠിന? അപ്പോ ചിലരെ കഠിനവാക്കിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തണം. ആ ദൈവത്തിന് പറഞ്ഞ ചിലര് കഠിനവാക്കിന്റെ മുമ്പിലാകണം. ചിലർ കഠിനവാക്കിന്റെ മുമ്പിലായാൽ സഭ ശുദ്ധീകരിക്കപ്പെടും. കഠിനവാക്കിന്റെ മുമ്പിൽ സഭയായി തീർന്നാൽ സഭ ശുദ്ധീകരിക്കപ്പെടും. ഈ നാളുകളിൽ കഠിനവാക്ക് വെളിപ്പെടട്ടെ ശുദ്ധീകരണത്തിനായിട്ട്. ആമേൻ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് കേൾക്കുവാൻ കഴിയും? എടാ, നീ ശിഷ്യനല്ലേ, ഈ കർത്താവിന്റെ കൂടെ നടക്കുന്നവനല്ലേ, നീ ഇത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? ഇത് കഠിനവാക്കാണ്. ആരാ കൂടെ? നീ ആരാ വരണ്ട കർത്താവിന്റെ കൂടെ? കർത്താവ് ആരെയും പ്രതീക്ഷിക്കുന്നില്ല. ഈ കൂട്ടർ ശ്രദ്ധിച്ച ഇവര് അവിടെ നിന്ന് ലേലം വിളിക്കുന്നത് കണ്ടോ? നമ്മുടെ നാട്ടുകാർ പറഞ്ഞ ലേലം വിളിക്കുക. ആരാ ഉള്ളതെന്ന്, ആരാന്ന്, ഞങ്ങളല്ലാതെ വേറെ ആരാന്ന്? പോടാ, കർത്താവ് നിന്നെ തള്ളാൻ ഒരു മടിയില്ല കർത്താവിന്. കാര്യം കർത്താവ് പറഞ്ഞതിന് അടുത്ത ഭാഗം വായിച്ചേ. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ്. കണ്ടോ, ശിഷ്യന്മാർ പിറുപിറുക്കും. ശിഷ്യന്മാര് പിറുപിറുക്കുന്ന, അയ്യോ ദേവദാസന്മാർ അങ്ങനെയൊന്നും കലങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആന്റിമാരങ്ങോട്ട് സോപ്പിടുമ്പോ ശ്രദ്ധിക്കണം. ആ പ്രാർത്ഥനയൊന്നും ദൈവത്തിന് കേൾക്കണ്ട. മനസ്സിലാകണ്ട. അയ്യോ വൈബ്രേഷന്റെ സ്പിരിറ്റ് ഒക്കെ കയറി. ഇതൊന്നും കേൾക്കാൻ വിഷയമല്ല. കർത്താവ് പറയും പോട്ടെ, എന്താ ശിഷ്യന്മാരുടെ കലക്കം. ശിഷ്യന്മാരുടെ കലക്കം ഉണ്ടാകും. ദൈവം നട്ടത് അപ്പോഴും നിലനിൽക്കും. മനസ്സിലായോ? ദൈവം നട്ടതാണെങ്കിൽ കർത്താവ് നിലനിർത്തിക്കോളും. മനസ്സിലാവുന്നുണ്ട്? കലക്കം ഉണ്ടാകും. ആ കലക്കത്തിലൊന്നും ഒരു പ്രശ്നമില്ല. പോകേണ്ടവൻ പോകും, നിർത്തേണ്ടവനെ ദൈവം നിർത്തും. അപ്പോൾ ഈ നാളുകളിൽ വെറും കാഴ്ച കാണാൻ ഇറങ്ങിയവനൊക്കെ തിരിച്ചു പോകണം. ഒന്ന്, അതിന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കഠിനവാക്ക് വെളിപ്പെടുത്തുകയാണ്. അല്ലേ? ആമേൻ. വായിച്ചേ. തന്നിൽ തന്നെ അറിഞ്ഞു. അവരോട് കണ്ടോ, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? കർത്താവ് പറഞ്ഞത് മാംസം തിന്നാനും സ്തോത്രം രക്തം കുടിക്കാനും അല്ല. നമ്മളെ ഇതുവരെ നടത്തിയതിൻ്റെ അകത്ത് കർത്താവിൻ്റെ ഫോർമാറ്റ് മാറിയിട്ടില്ല. ദൈവം ആത്മാവിൽ ആലോചന അറിയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവിൽ തന്നെ അതിൻ്റെ പൊരുളും വെളിപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ ചിലർക്ക് ഇതിൻ്റെ ഇടയിൽ ആത്മീകമായി വിവേചിക്കാനുള്ള പ്രാപ്തി നഷ്ടപ്പെട്ടു പോയി. എന്നാന്ന് പറയുക, ജഡത്തെ തൊടുന്ന വിഷയം വന്നപ്പോൾ അവൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയി. ജഡത്തെ തൊടുന്ന വിഷയം വന്നപ്പോൾ ചിലർക്ക് ദൈവകൃപ നഷ്ടപ്പെടും. മനസ്സിലായോ? ചിലർക്ക് ദൈവകൃപ നഷ്ടപ്പെടും. ജഡത്തെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥന ആരാധനയൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ നിർത്തുക. നോ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക. അടുത്ത വാക്ക് എന്താ പറയുന്നത്? ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? ആത്മീയ കാര്യമല്ലേ. അവൻ ഇരിക്കുന്നിടത്തേക്ക് കയറിപ്പോന്ന് കണ്ടാലോ എന്ന് പറഞ്ഞാൽ അത് ഭൂമിയിലുള്ളവരുടെ കാര്യമല്ല. യോസേഫിന്റെ മറിയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യമല്ല പറയുന്നത്. തന്റെ പിതാവ് ഇരിക്കുന്നിടത്തേക്ക് ഞാൻ കയറിപ്പോ നിങ്ങൾ കണ്ടാലോ? അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. അതുകൊണ്ടല്ലേ യോഹന്നാൻ അത് എഴുതി വെച്ചത്. അത് ആത്മാവിൽ അത് അവിടെ ക്രിയ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഇടയിൽ ദൈവം നട്ടിട്ടില്ലാത്ത വിളിച്ചിട്ടില്ലാത്ത കുറെ എണ്ണമുണ്ട്.
ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടാത്ത കുറെ പിന്നെ അവര് പോണം, അവർ ഈ ബിസിനസ്സിന് കൊള്ളത്തില്ല, അവര് പറഞ്ഞു വിടണം. ഈ പരിപാടിക്കകത്ത് പറഞ്ഞ് നിർത്താൻ കൊള്ളത്തില്ല. അവരെ ഇതിൻ്റെ അകത്തുനിന്ന് പറഞ്ഞു വിട്ടിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഇത് തന്റെ രൂപാന്തര ശരീരം പ്രാപിച്ച് പിതാവിന്റെ സന്നിധിയിൽ താൻ ഇരുന്നിടത്തേക്ക് പുത്രൻ കയറി പോകുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ഈ പറഞ്ഞത് അവന്റെ ശരീരത്തെക്കുറിച്ചോ രക്തത്തെക്കുറിച്ചോ ആണെങ്കിലും അത് നമ്മളോട് അങ്ങനെ തന്നെ സ്വന്തം മാംസം കഴിക്കാനോ രക്തം കുടിക്കുവാനോ അല്ല പറഞ്ഞതെന്ന് ആത്മാവിൽ വിവേചിക്കുവാൻ യോഹന്നാന് കഴിഞ്ഞു. എന്നാൽ അവിടെ കുറെ എണ്ണത്തിന് ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപയില്ലാത്തത് കൊണ്ടും നിയോഗമില്ലാത്തത് കൊണ്ടും പറഞ്ഞു, നമ്മള് സ്വന്തം ഇവിടെ കാറ്ററിംഗ് പാർട്ടി നമുക്ക് വിട്ടുപോയേക്കാം, നമ്മുടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് അടുത്തടുത്ത് ടെന്റ് അടിക്കാൻ പോയേക്കാന്ന് പറഞ്ഞു അവിടുന്ന് വിട്ടുപോയി. അതിന് ദൈവം ചെയ്ത ഒറ്റക്കാലം വചനം കഠിനമാക്കി. വായിച്ചോ അടുത്തത്. യോഹന്നാന് മനസ്സിലായി, വേറെ കുറെ എണ്ണന്മാർക്ക് മനസ്സിലായില്ല. കണ്ടോ, വ്യക്തമാക്കി തരികയാണ്, മാംസം ഒന്നിനും ഗുണപ്പെടുന്ന കാര്യമല്ല ഈ പറയുന്നത്. അടുത്തത് അതുവരെ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല, പക്ഷെ യോഹന്നാന് കാര്യം മനസ്സിലായെന്നേ. അവിടെ നിൽക്കുന്നവന്മാർ അവിടെ കിടന്ന് ബഹളം തുടങ്ങി, മേശ വലിച്ചിടാൻ തുടങ്ങി, കസേര അടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി, തെറി തുടങ്ങി, പാത്രം വലിച്ചെറിയാൻ തുടങ്ങി. റെഡി ചോദിച്ചു, അപ്പൊ ഞങ്ങൾക്ക് ഇനി അപ്പവും മീനും കിട്ടത്തില്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം തുടങ്ങി. എടാ പഴയ ടീംസാ ഇത് എവിടുന്ന് വന്നതാണെന്നറിയാവോ? അങ്ങ് സ്വന്തം മരുഭൂമിയിലേക്ക് സ്വന്തം സമുദ്രത്തിൽ നിന്ന് കയറി നദിയിലേ നിന്ന് കയറി അങ്ങോട്ട് വാക്തത്വ നാട് നോക്കിപ്പോയപ്പോ നിനക്ക് വിശന്നപ്പോ സ്വന്തം പറഞ്ഞില്ലേ എനിക്ക് ഇറച്ചി വേണം, മീൻ വേണം, അത് വേണം, ഇറച്ചിക്കാലത്തിന്റെ അടുക്കള. എടാ ആ ആത്മാവാ കയറി നിൽക്കുന്ന ബൈബിൾ പിടിച്ചോട്ട് നീ പോണം ഇവിടുന്ന്, നീ പ്ലാൻ വിട്ടിട്ട് പോണം. വായിച്ചോ. വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു, എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട്. ഇതാ ദൈവത്തിന്റെ വിഷയം. വിശ്വസിക്കാത്തവര് കർത്താവിന്റെ മക്കളുടെ ഇടയിലുണ്ട്. കാരണം നമ്മൾ വായിച്ച എബ്രായ ലേഖനത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതന്നെ, അവരിൽ ആരും തന്റെ കൂട്ടുകാരനോട് തന്റെ സഹോദരനെ കർത്താവിനെ അറിയുക എന്ന്. അപ്പൊ ആരാ അവരെ ഉപദേശിച്ച്? ദൈവത്താൽ ഉപദേശം പ്രാപിച്ചവരോട് നിപ്പുണ്ട്. വിശ്വസിക്കാത്തവരുടെ ഇടയിൽ കയറിയിട്ടുണ്ട്, അവര് പോകണം. അത് ഇന്നും ദൈവത്തിന്റെ പ്ലാനാ. വിശ്വസിക്കാത്തവരെ വിശ്വസിക്കുന്നവരുടെ ഇടയിൽ നിന്നും മാറ്റുന്നത് ദൈവത്തിന്റെ എക്കാലത്തെയും പ്രോഗ്രാമാണ്. അത് ഇന്നും ചെയ്യും, ഞാൻ വിശ്വസിക്കുന്നു. 2025 സ്വർഗത്തിലെ ദൈവം ചെയ്യും. വഴിതെറ്റിക്കുന്നവരും വഞ്ചനയുടെ ആത്മാവിലും നടക്കുന്നവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ഇടയിൽ നിന്നും മാറും. വായിച്ചോ. അടുത്തത്. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട്. കണ്ടോ, ഇന്നെങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവരെന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. അപ്പോഴൊരു കാര്യം മനസ്സിലാകണം. ഈ ഭാഗം വായിക്കുമ്പോൾ യോഹന്നാൻ ഈ ചരിത്രം എഴുതുമ്പോ കർത്താവ് തന്റെ വചനം കഠിനമാക്കി, അല്ലെ? കഠിനമാക്കുമ്പോ ശരിക്കും നമ്മൾ കാണുന്ന ഒരു വലിയൊരു പുരുഷൻ അല്ലെങ്കിൽ ശിഷ്യന്മാരിൽ വലിയൊരു കൂട്ടം കർത്താവിൽ നിന്ന് വിട്ടുപോയി. പക്ഷെ കർത്താവ് ആരെയാ ഫോക്കസ് ചെയ്തെന്നറിയാവോ? ആരെയാ ഫോക്കസ് ചെയ്ത്? തന്നെ ഒറ്റിക്കൊടുക്കാൻ ഒരുത്തൻ ആ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. അവൻ ഈ ഡോസ് ഒന്നും കൊടുത്ത് അവൻ ഈ കൂട്ടത്തിൽ നിന്ന് പോവില്ല. ഈ ഡോസ് ഒന്നും കൊടുത്താല് യൂദ എഴുന്നേറ്റ് പോകത്തില്ല. അവനറിയാം ഇത് പുറത്തു പോകാനുള്ള ടീംസ് പോകാനുള്ള ഡോസ് ഇപ്പൊ കിട്ടിയിട്ടുള്ളൂ. അടുത്ത ഡോസ്, കൂടിയ ഡോസ് ദൈവം കൊടുക്കാനിരിക്കുകയാണ്. ആദ്യത്തെ അടി കിട്ടിയില്ലെന്നല്ല, അത് അവനിട്ട് വെച്ചതല്ല. എന്നാൽ ആ ആദ്യത്തെ അടിക്കകത്ത് ചിലരെ അതിനകത്ത് പറഞ്ഞു വിടുന്നുണ്ട്. കാര്യം ആത്മാവിനാൽ പണിയപ്പെടുന്ന ദൈവസഭയുടെ പദ്ധതിയെ ആത്മാവിൽ വിവേചിക്കുവാൻ പ്രാപ്തിയില്ലാത്ത പുറത്തുള്ളവരുണ്ടെങ്കിൽ അവരാദ്യം പോകണം. അടുത്തത് ആത്മാവിനാൽ പണിയപ്പെടുവാൻ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവര് 3 പേര് നിൽക്കുമ്പോൾ അവരെ വഞ്ചിക്കാതിരിക്കേണ്ടതിന് യൂദ അടുത്ത സ്റ്റേജിൽ ഇറങ്ങിപ്പോയേ പറ്റുകയുള്ളൂ. വലിയൊരു കൂട്ടം കർത്താവിനെ വിട്ടുപോയപ്പോ ദേശമെല്ലാം അറിഞ്ഞു, അല്ലെ?
എല്ലാവരും അറിഞ്ഞു. കാര്യം പരസ്യമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനോട് അംഗീകരിക്കാൻ മേലാതെയാണ് ആ ടീമുകളെല്ലാം, ആ ഗ്രൂപ്പുകളെല്ലാം കർത്താവിനെ വിട്ടുപോയത്. അപ്പൊ ദേശത്തെല്ലാം അറിയാം. പക്ഷെ യൂദ ഇറങ്ങിപ്പോയത് രാത്രിയിൽ ആരും കണ്ടില്ല അവനെ. മനസ്സിലാകുന്നുണ്ടോ? ചിലരെ ഇറക്കി വിടുന്നത് ആരും കാണത്തില്ല. എന്നാൽ മറ്റു ചിലത് പോകുന്നത് നട്ടുച്ചയ്ക്കായിരിക്കും, ബഹളവും വെച്ച് പാത്രവും തല്ലി പൊട്ടിച്ച് തെറിയും പറഞ്ഞായിരിക്കും പോകുന്നത്. മനസ്സിലാകണം. അപ്പോൾ യോഹന്നാൻ അവിടെ തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. ഇത് ആത്മാവിനാൽ പണയപ്പെട്ടതാണ്, പണിയപ്പെടുന്നതാണ് ദൈവസഭ. പരിശുദ്ധാത്മാവിനാലാണ്. ആത്മാവിനാൽ പണിയപ്പെടുന്ന പദ്ധതിക്കകത്ത് അതേ ആത്മാവിനാൽ പണിയപ്പെടാത്തവരാരും ഇരിക്കത്തില്ല. അവര് പുറത്തു പോയേ മതിയാകത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിതാവ് ആകർഷിട്ടല്ലാതെ പുത്രനെ ആരും അറിയുന്നില്ല. അപ്പോൾ പിതാവിന്റെ ആകർഷണ വലയത്തിലേക്ക് വന്നപ്പോൾ പുത്രന്റെ കഠിനവാക്കെന്ന് പറഞ്ഞ് കുറച്ചുപേര് പോയി. വികർഷണം അവിടെ വരികയാണ്. അപ്പൊ പിതാവിന്റെ ആകർഷണം വരുമ്പോൾ ആത്മാവിനാൽ സ്വന്തം അരുളപ്പാടുകൾ ലഭിച്ചവർ ആത്മാവിനാൽ അതിന്റെ പൊരുളുകളെ വെളിപ്പെടുവാനിടയായി തീരും. അപ്പോൾ ആ പൊരുളുകളെ തിരിച്ചറിയുവാൻ പ്രാപ്തിയില്ലാത്തവൻ ഇത് കഠിനവാക്കെന്ന് കണ്ട് ഉപേക്ഷിക്കണം. ഫസ്റ്റ് സ്റ്റേജ് അതാണ്. സെക്കൻഡ് സ്റ്റേജ് സ്തോത്രം യൂദനെ ഫോക്കസ് ചെയ്തതാണ്. ഇതിന്റെ ഇടയിൽ സ്വർഗീയ പിതാവ് എന്താണ് ചെയ്യുന്നത്? പിതാവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവത്തിന്റെ ആത്മാവിനാൽ അവർക്ക് അവിടെ സ്വന്തം അരുളപ്പാടുകൾ ലഭിക്കുകയും ആത്മാവിൽ അവർക്ക് ഉറപ്പ് ലഭിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് ആർക്ക് ലഭിക്കത്തില്ല? തെരഞ്ഞെടുക്കപ്പെടാത്തവർക്ക് ലഭിക്കത്തില്ല. ആ ഭാഗം തുറന്നു വായിച്ച് വായിച്ചു തീർത്തു. സമയം പോയല്ലോ. കണ്ടോ, വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള വിഷയം ഭൂമിയിൽ ദൈവപുത്രന് മാത്രമല്ല, സ്വർഗത്തിലെ പിതാവിനും അത് വിഷയം തന്നെയാണ്. ശ്രദ്ധിക്കണം. ഭൂമിയിൽ ക്രിസ്തുവിനെ ദൈവപുത്രനെ വിശ്വസിക്കാത്തവരുടെ വിഷയം ക്രിസ്തുവാകുന്ന ദൈവപുത്രന് മാത്രമല്ല, സ്വർഗത്തിലെ പിതാവിന് അത് വിഷയമാണ്. അതുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും മുമ്പിൽ നിന്ന് വിശ്വസിക്കാത്തവർ നീങ്ങണം. വായിച്ചേ, അടുത്ത് വായിച്ചേ. ആ പദം ഒന്നും കൂടെ വായിച്ചേ, ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. കണ്ടോ, ബഹുപുരുഷാരം വിശ്വസിക്കാത്തവർ. കണ്ടോ, ഒറ്റ വാക്യത്തിന്റെ അകത്ത് ഫസ്റ്റ് സ്റ്റേജ് ഒരു വലിയ പുരുഷാരത്തെയാണ്. വിശ്വസിക്കാത്തവർ. അടുത്തത് യോഹന്നാൻ ഇവിടെ പറയുന്നത് എന്താണ്? ഇന്നവർ എന്നും. കണ്ടോ, ഏകൻ തന്നെ കാണിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ. ആദ്യം വലിയൊരു കൂട്ടത്തെ, അതിനുശേഷം ഒരൊറ്റ വ്യക്തിയെ. കണ്ടോ, ഇത് ആത്മാവിനാൽ നടത്തപ്പെടുന്നവർക്ക് ഇത് വിവേചിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം ദൈവത്തിന്റെ സന്ദർശനം വലിയൊരു കൂട്ടത്തെ ആയിരുന്നു. അതിനുശേഷം യഥാർത്ഥമായി പ്രവചന നിവൃത്തിക്കായിട്ട് ഒരു വ്യക്തിയിലേക്ക് വന്നു. ഒറ്റ വ്യക്തിയിലേക്ക്, ഇസ്തുര്യത്ത യൂദയിലേക്ക് വന്നു. ആമേൻ. വായിച്ചേ. നിർത്താം. ഇന്നവനെന്നും. അപ്പോൾ ആദ്യം മുതൽ അറിയുന്ന, അവനെ റിക്രൂട്ട് ചെയ്ത ദിവസം മുതൽ അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇത് തന്നെയാണ് ലൂസിഫറിനെ കുറിച്ച് പറയുന്ന കാര്യം എന്താണ്? അവനിൽ സ്തോത്രം അകൃത്യം കാണുന്നത് വരെ അവൻ നടപ്പിൽ നിർമ്മലനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. മനസ്സിലാകുന്നുണ്ട്? അവനിൽ കുറവ് കാണുന്നത് വരെ. അപ്പോൾ അവനെ തെരഞ്ഞെടുത്ത നാൾ മുതൽ കുറവ് കണ്ട നാൾ വരെ. ഇത് തന്നെയാണ് സ്തോത്രം. യൂദാനെ തെരഞ്ഞെടുത്ത നാൾ മുതൽ അവൻ ഒറ്റിക്കൊടുക്കുന്ന നാൾ വരെയും ദൈവത്തിന്റെ കരുണ നോക്കണം, എത്രയോ വലുതാണ്. അവനെ കൂടുതൽ ഇരുത്തി അഗ്നിമയ രഥങ്ങളുടെ നടുവിൽ അവൻ പോയപ്പോൾ അവന്റെ ഹൃദയം സാഹസം കൊണ്ട് നിറഞ്ഞു. ലൂസിഫറിന്റെ ഹൃദയത്തില് അവനെ അഗ്നിമയ രഥങ്ങളുടെ ഇടയിൽ നിന്ന് സ്വർഗീയ പിതാവ് മുടിച്ചു കളഞ്ഞു. അതുവരെയും അവൻ നടപ്പിൽ നിർമ്മലനായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ വരവ്, നാം രക്ഷിക്കപ്പെട്ട നാൾ മുതൽ കർത്താവിന്റെ വരവ് വരെയും സ്തോത്രം നാം വീണു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ആളുകൾ കർത്താവിന്റെ വരവെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട് എടുക്കപ്പെടും. സ്വർഗം നമ്മളെ കുറിച്ചും പറയുന്ന ഒറ്റ കാര്യമുള്ള, നിന്നെ സ്തോത്രം നീതീകരിച്ച നാൾ മുതൽ നിന്നിൽ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അകൃത്യം കണ്ട നാൾ വരെയും, അല്ല നീ വീണുപോയ നാൾ വരെയും ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അടുത്ത വാക്യം, 2-3 വാക്യം വായിച്ചു നിർത്താം. വായിച്ചോ.
കണ്ടോ, ഇതാണ് പിതാവ് കൃപ നൽകണം. കർത്താവിന്റെ കൂടെ കസേരയിട്ട് ഇരുന്നാൽ നീ ശിഷ്യനാകത്തില്ല. കർത്താവിന്റെ കൂടെ കസേരയിട്ട നീ പാസ്റ്റർ ആകത്തില്ല, നീ പ്രവാചകനാകത്തില്ല, നീ അപ്പോസ്തലനാകത്തില്ല, നീ ഇടയനോ ഉപദേഷ്ടാവോ ആകത്തില്ല. പിന്നെ എങ്ങനെ വരണം? ഇത് കർത്താവ് കൃപ ചെയ്താലാണ് ഈ ശുശ്രൂഷയിൽ നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. മനസ്സിലാക്കണം, പിതാവ് കൃപ ചെയ്യണം. കർത്താവിന്റെ അടുക്കൽ ഒത്തിരി പേര് വരുന്നുണ്ട്, പക്ഷെ കർത്താവിന്റെ കൃപ, പിതാവിന്റെ കൃപ പ്രാപിച്ചവർക്ക് മാത്രമാ പുത്രനെ വെളിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. അവൻ എങ്ങനെയുള്ളവനെന്ന് വെളിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. അവൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ പിതാവിന്റെ ഇഷ്ടം ഭൂമിയിൽ വെളിപ്പെടുത്തേണ്ടതിന് പിതാവായ ദൈവം പുത്രനെ സ്തോത്രം, തന്റെ സ്തോത്രം കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ശിഷ്യഗണങ്ങളുടെ മേലും കർത്തൃത്വം നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കാര്യം കൃപ ലഭിച്ച യോഹന്നാൻ അപ്പോസ്തലൻ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് ആത്മീകമാണ്. സ്തോത്രം, ഇതിനെ അക്ഷരികമായി എടുക്കരുത്, ലൗകിക നിലവാരത്തിൽ ഇതിനെ കാണരുത്. എന്നാൽ തെരഞ്ഞെടുക്കപ്പെടാത്ത സ്തോത്രം ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപങ്ങളിൽ കുടുങ്ങിയിരിക്കുന്ന ജനം വീണ്ടും അപ്പം തിന്നാൻ കൂടെ കൂടിയിട്ടുണ്ട്. അവർ വിട്ടുപോകേണ്ടതിന് സ്വർഗീയ പിതാവ് ഒരു പദ്ധതി ചെയ്തു. പുത്രന്റെ വായിലൂടെ കഠിന വാക്ക് വെളിപ്പെടുത്തി. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. വായിച്ച് വേഗം നിർത്താം. ഇത് ഹേതുവായിട്ടത്രേ കൃപ നൽകിയിട്ടല്ലാതെ പറഞ്ഞത് എന്ന് അവൻ പറഞ്ഞു. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാർ പിൻവാങ്ങിപ്പോയി. അത് പിതാവിന്റെ പദ്ധതിയായിരുന്നു. അവര് പിൻവാങ്ങണം. എല്ലാ ചവറിനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നല്ല സഭ. നോ 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 നോ. ദൈവത്തിന്റെ പ്രോഗ്രാം അനുസരിച്ച് സ്റ്റെപ്പുകളെ വെക്കുവാൻ ആത്മാവിനും ദൈവകൃപയിലും നിയോഗം ലഭിച്ചവരാണ് ദൈവത്തിന്റെ മക്കളും ദൈവസഭയും. ആ ദർശനത്തിലേക്ക് വേണം. വായിച്ചോ. പിന്നെ അവരോട് കൂടെ സഞ്ചരിച്ചിട്ടില്ല. പന്തിരുവരോട് ഇത് ചോദിക്കണം. പന്തിരുവരോട് തന്നെ ചോദിക്കണം. എന്ത് ചോദിക്കണം? മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം. ഇത് ഒരു കാര്യം പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കണേ. ആദ്യം ഇത് താൻ നൽകുവാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാകുന്നു ഈ പറഞ്ഞത് എന്ന് യോഹന്നാന് പിടികിട്ടി. അപ്പോൾ പിതാവിന്റെ കൃപ യോഹന്നാന്റെ ഹൃദയത്തിൽ ഇടപെട്ടപ്പോൾ ഇത് ആത്മമണ്ഡലത്തെ കുറിച്ച്, ആത്മീക കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് യോഹന്നാൻ അപ്പോസ്തലന് മനസ്സിലായി. അപ്പോഴും പുത്രൻ പരസ്യമായിട്ട് പറയുകയാണ്, നിങ്ങളിൽ സ്തോത്രം എന്നെ വിട്ടുപോകാൻ മനസ്സുള്ളവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിതാവ് അടുത്ത് എന്ത് ചെയ്യുന്നു? പത്രോസിന്റെ ഹൃദയത്തോട് ഇടപെട്ടു. ഒരു കാര്യം ഞാൻ പറയാൻ കേട്ടോ, എത്ര പ്രതിസന്ധി വന്നാലും ശരി, കൃപ ലഭിച്ചവരാണെങ്കിൽ പിതാവ് ഇടപെടും. അവന്റെ ആകർഷണ വലയത്തിന്റെ അകത്ത് നീ കയറും. ആളെ പുത്രന് മഹത്വം വരുന്നത് നിന്റെ വായിൽ നിന്ന് സ്വർഗീയ പിതാവ് വെളിപ്പെടുത്തും. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആദ്യത്തെ കാര്യം പറഞ്ഞപ്പോൾ യോഹന്നാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് തനിക്ക് ലഭിക്കുവാനിരിക്കുന്ന പരിശുദ്ധാത്മാ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അവിടെ വാക്യം എന്താണ് വായിക്കുന്നത്? അതിന്റെ സ്വതം അതെത്രാം വാക്യമാ? 65. അതെ അതല്ല. സ്തോത്രം. അതിന് മുമ്പ് അപ്പത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് താൻ അയക്കുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞു. എത്രാം വാക്യം അത്? 63. പറഞ്ഞു. സംസാരിച്ച് പറഞ്ഞ ആത്മാവാകുന്നു ജീവനമാകുന്നു. അത് ആ വാക്യം അല്ലേ? അതിന് മുമ്പ് മറ്റൊരു വാക്യം ഉണ്ടായിരുന്നാണ് ഞാൻ ചോദിച്ചത്. ജീവിക്കും. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. അവൻ കഫർന്നഹൂമിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് കണ്ടോ, ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുകയും യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നു. മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറി പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിപ്പിക്കുന്നത് കണ്ടോ, ഇത് കണ്ടോ, ആ പദം ശ്രദ്ധിക്കണം. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു,
മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു, എങ്കിലും വിശ്വസിക്കാത്തവർ. അപ്പോൾ ഈ 12 ശ്രദ്ധിക്കണം, 12 ആരുണ്ടെന്നറിയോ? 12 പേരിലും വിശ്വസിക്കാത്തവരുണ്ട്, വിശ്വസിക്കുന്നവരുണ്ട്. വിശ്വസിച്ച യോഹന്നാൻ ഇത് മനസ്സിലായി. അടുത്തത് അതാണ്, ശ്രദ്ധിക്കണം, പ്രശ്നം വരുമ്പോൾ കൃപ ലഭിച്ചവരെ ദൈവം ഉറപ്പിച്ചുകൊണ്ടിരിക്കും. അത് ദൈവത്തിന്റെ പ്രോഗ്രാം. അതായത് കർത്താവ് ചോദിക്കാതിരിക്കത്തില്ല, പറയാതിരിക്കത്തില്ല. കർത്താവ് എന്താ ചോദിക്കുന്നത്? നിങ്ങൾക്ക് വേണേ പോകത്തില്ലേ? നമ്മളാണ് എന്താ പറയുക, അങ്ങനെ ഇങ്ങനെ പ്രശ്നം വന്നിരിക്കുമ്പോൾ യേശു കർത്താവെ നീ അങ്ങനെ ചോദിക്കരുത്. ഇതാണ് നമ്മുടെ ബലഹീന വിശ്വാസം. പക്ഷെ കർത്താവിന്റെ പ്രോഗ്രാം അങ്ങനെയല്ല. ഇത്രയും പ്രശ്നം നിൽക്കുമ്പോൾ തന്നെ കർത്താവ് ചോദിക്കും. എന്ത് ചോദിക്കും? നിങ്ങളിൽ എന്നെ വിട്ടിട്ട് പോകാൻ പ്ലാൻ ഉള്ളവനുണ്ടെങ്കിൽ പൊയ്ക്കോ. അപ്പൊ നമ്മളെല്ലാം പറയാം, അമ്മ എല്ലാവരും പോകൂലേ? പോകത്തില്ല. അതിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ സ്വർഗീയ പിതാവ് അപ്പോഴും ഉറപ്പിക്കും. ഇത് അപ്പത്തെ കുറിച്ചാണ്, ഇത് തന്റെ സാക്ഷാൽ ഭക്ഷണത്തെ കുറിച്ചും സാക്ഷാൽ പാനീയത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് തന്റെ വായിൽ നിന്ന് പറയുന്ന ജീവന്റെ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അതിന്റെ പൊരുൾ ലഭിക്കും. അടുത്തത് പത്രോസിന്റെ മുമ്പിൽ ബാക്കി 12 ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ വിട്ടിട്ട് പോകാൻ കഴിയത്തില്ലയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, കർത്താവിന്റെ മെയിൻ പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല. ഇതിൽ വിശ്വസിക്കാത്തവർ ഇനിയും പോകാനുണ്ടെന്ന്. ഇനിയും പോകാനുണ്ട്. അനേകര് പോയി, ഇനി ഒരുത്തൻ പോകാനുണ്ട്. ഇനി ഞാൻ അവനെ ഫോക്കസ് ചെയ്ത് അവനെ ഔട്ടാക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാമിലാണ് ക്രിസ്തു ഭൂമിയിലായിരിക്കുന്നത്. അവൻ ഔട്ടാകണം. അതിന് പിതാവ് എന്ത് ചെയ്യും? തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഉറപ്പിക്കുവാൻ ദൈവകൃപ പിതാവിൽ നിന്ന് അവരിൽ വരുമ്പോൾ പുത്രന്റെ ശുശ്രൂഷ ഭൂമിയിൽ വെളിപ്പെടും. നിങ്ങൾ പോകാനുള്ളവൻ പൊയ്ക്കോ എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുക്കപ്പെട്ടവനെ വചനം കൊണ്ട് സ്വർഗ്ഗം ഉറപ്പിക്കുകയും ചെയ്യും. ഇതാണ് സഭയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വിശുദ്ധന്മാരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ സഹോദരന്മാരുടെ ഐക്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ചുമ്മാ കളഞ്ഞിട്ട് പോ. സംഭവം അങ്ങനെയല്ല നടക്കുന്നത്. ഹല്ലേലൂയ. ഇതിന്റെ ഇടയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവനെ ദൈവം കൊണ്ടുപോകണം. ഈ വചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുമ്പോൾ ഒരുത്തിന് ഭയങ്കര വിഷമം. ആർക്കെന്നറിയോ? അത് സാത്താന് തന്നെയാണ്. ഹല്ലേലൂയ. തെരഞ്ഞെടുക്കണം. തിരിച്ചറിയണം. പുത്രനാകുന്ന യേശു ക്രിസ്തു തന്റെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിട്ടാ പറയുന്നത്. ആ ഭാഗം ഒന്നുകൂടെ വായിച്ചു നിർത്താം. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, പലരും പിൻവാങ്ങിപ്പോയപ്പോഴും യൂദ പോയില്ല. കാരണം എന്നാ? അവന്മാര് വിശപ്പിന്റെ വിഷയത്തിലാ വന്നത്, പണത്തിന്റെ വിഷയത്തിലല്ല. അല്ലേ? കൂടെ വന്നവര് വിശപ്പിന്റെ വിഷയത്തിൽ എല്ലാം തിന്നാൻ കിട്ടുക, കൂടെ ജോയ്ഫുൾ ആയിട്ട് നടക്കുക. പക്ഷേ യൂദ അതല്ല. അവന് ചിലത് കിട്ടണം. കർത്താവിനെ വിട്ടിട്ട് റബ്ബറും തോട്ടോ എസ്റ്റേറ്റോ ബംഗ്ലാവോ ഫ്ലാറ്റോ മേടിക്കണം. അതിന് നിൽക്കുന്നവനാണ് ഇവൻ. അവൻ വെറുതെ പോകത്തില്ല. അവൻ ചിലത് കണ്ടിട്ടാ നിൽക്കുന്നത്. യൂദ. അപ്പൊ കർത്താവിന്റെ അടുത്ത ആക്ഷൻ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇവിടെ പ്രവർത്തിക്കുന്ന ആരാന്നറിയോ? ശിഷ്യന്മാരല്ല. ഇവിടെ പ്രവർത്തിക്കുന്നത് പിതാവും പുത്രനുമാണ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നറിയാവോ? തെരഞ്ഞെടുക്കപ്പെട്ട പത്രോസിന്റെ യോഹന്നാന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്, സംസാരിക്കുകയാണ്. അടുത്ത് വായിച്ചോ. പലരും പിൻവാങ്ങിപ്പോയി. പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. നിങ്ങൾക്ക് പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിനോട്, കർത്താവ് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? അത് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം. പത്രോസേ, നിന്നെ ഇത്രത്തോളം മുമ്പും പിമ്പും അടച്ചതാരാ? നിന്റെ വായിലെ വാക്കുകളുടെ മുമ്പും പിമ്പും അടച്ചതാരാ? നിന്റെ മനസ്സിന്റെ മുമ്പും പിമ്പും അടച്ചതാരാ? നിന്റെ മനസ്സിലെ ചിന്താഗതികളുടെ മുമ്പും പിമ്പും അടച്ചതാരാണ്? സ്വർഗത്തിലെ ദൈവമാണ്, സ്വർഗീയ പിതാവാണ്. അങ്ങനെ മുമ്പും പിമ്പും അടച്ചപ്പോൾ നീ ഇരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട് പത്രോസ് പറഞ്ഞേ മതിയാകത്തുള്ളൂ, ഞങ്ങൾ നിന്നെ വിട്ട്. ആ വാക്ക് ഒന്നും കൂടെ വായിച്ചേ. കണ്ടോ? ഞാനല്ല, ഞങ്ങൾ. അടുത്തത് ശ്രദ്ധിക്കണം. ഇനി ആ ഞങ്ങളിൽ ഒരുത്തനെ ഔട്ടാക്കണം. അതിന് പിതാവും പുത്രനും ഇടപെടുകയാണ്.
പിതാവായ പുത്രനായ യേശു ക്രിസ്തു ഭൂമിയിൽ ഇടപെടുകയാണ്. ഞങ്ങളിൽ ഒരുത്തൻ ഇരിപ്പുണ്ട്, അവൻ പിശാചാണ്. നിങ്ങൾ എന്നെ വിട്ടപ്പോ നിങ്ങളിൽ ഒരുവൻ ഇരിപ്പുണ്ട്, അത് പിശാചാണ്. അപ്പൊ ഞങ്ങളിൽ ഒരുവൻ ഇരിപ്പുണ്ട്, നിങ്ങളിൽ ഒരുവൻ ഇരിപ്പുണ്ട്. ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും അവനെ പുറത്താക്കിയേ മതിയാകത്തുള്ളൂ. അതിനാണ് സ്വർഗത്തിലെ പിതാവ് പുത്രനാകുന്ന യേശു ക്രിസ്തു അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് എന്നാന്നറിയോ? പലരും സൂചകം വായിക്കുന്നത് പുത്രനാകുന്ന കർത്താവ് ഇവിടെ എന്തൊക്കെയോ ചെയ്ത് കുറെ അത്ഭുത അടയാളമൊക്കെ ചെയ്ത് ഒരു ബന്ധപ്പെട്ട് ക്രൂശിക്കപ്പെട്ടങ്ങ് പോയി, ഇത്രേ ഉള്ളുന്ന. അല്ല അല്ല അല്ല, ഓരോ നിമിഷങ്ങളും സ്വർഗം ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന രംഗമാണ് കാണുന്നത്. ഞാനൊരു കാര്യം പറയാം, നമ്മെ കർത്താവ് നട്ടതാണോ? ഏതൊക്കെ രാജ്യങ്ങൾ ഇളകി വന്നാലും മനുഷ്യർ കീഴ്മേൽ നമ്മളെ മറിച്ചാലും ശരി, നമ്മെ ദൈവം നട്ടതാണെങ്കിൽ പത്രോസ് പറഞ്ഞ് നമ്മുടെ വായിൽ നിന്ന് പകൽ നേരം പുറപ്പെടും. ഹല്ലേലൂയ. ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകുവാൻ? കാരണം എന്നാ? അവൻ സ്വന്തം കുറെ പേര് അപ്പം കിട്ടാൻ വേണ്ടി വന്നു, കിട്ടിയില്ല, പോയി. കഠിനമാക്കുന്ന മറ്റൊരുത്തൻ സ്വന്തം 30 വെള്ളിക്കാശിന് വേണ്ടി ഇരിപ്പുണ്ട്, അവന് കിട്ടാത്തത്, പോയവർക്ക് കിട്ടാത്തത്. പത്രോസ്, നീ എന്ത് കണ്ടിട്ടാ നിൽക്കുന്നത്? എന്ത് കണ്ടിട്ടാന്ന് പറയാം? ഇതിന് ശേഷം കർത്താവിന്റെ ക്രൂശീകരണവും അടക്കും പുനരുത്ഥാനത്തിന് ശേഷം പെന്തക്കോസ് നാൾ വരുമ്പോൾ അതിന്റെ നടുവിൽ 3000 പേരുടെ നടുവിൽ എഴുന്നേറ്റ് പത്രോസെ നീ നിൽക്കും. അന്നാണ് നിന്നിൽ ഈ വ്യാപരിക്കുന്ന കൃപയുടെ പൂർണ്ണതോത് വെളിപ്പെടുന്ന അന്നായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? വെറുതെ ഒരു കാര്യമല്ല, അത്ര മഹത്വമുള്ളൊരു ശുശ്രൂഷയ്ക്കാണ് പത്രോസിനെ സ്വർഗം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. വായിച്ചു തീർക്കുക. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചു, അറിഞ്ഞും. കണ്ടോ, ഞങ്ങളിൽ ഒരുത്തനുണ്ട്, അവൻ കർത്താവിനുള്ളതല്ല. യോഹന്നാൻ എന്തുകൊണ്ടാണ് ഇത് എടുത്തിടുന്നത്? യോഹന്നാന് പ്രത്യക്ഷത്തിൽ പത്രോസ് പ്രശ്നക്കാരനാ, പക്ഷെ ആത്മ അഭിഷേകം പ്രാപിച്ച തെരഞ്ഞെടുപ്പിന്റെ നാളുകൾ അല്ലെങ്കിൽ പെന്തക്കോസ്ത് വന്നപ്പോൾ അഭിഷേകം പ്രാപിച്ച യോഹന്നാൻ ഇവിടെ എഴുതി വെക്കുകയാണ്, പത്രോസ് എനിക്ക് പരസ്യമായ ചില ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും, എന്നെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും, സ്വർഗീയ പിതാവ് പത്രോസിൽ ആ നേരത്തെ ഇടപെട്ടപ്പോൾ, പത്രോസിന്റെ വായിലൂടെ വന്ന വചനം കേട്ടപ്പോൾ യോഹന്നാൻ ആശ്ചര്യമായി പോയി. അത് മറക്കാതെ എഴുതി വെച്ചു. നമ്മൾ മലയാളികളാണെങ്കിൽ അവൻ എനിക്ക് പണി തന്ന അവൻ പറഞ്ഞത് എഴുതണ്ട, അവന്റെ പേര് വേണ്ട. അതാ മലയാളി യഹൂദനും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലാവുന്നുണ്ടോ? വായിച്ചേ. നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. യേശു അവരോട്, ഇതാ പുത്രൻ മാത്രം പറയുന്നല്ല, പിതാവ് ആ കാര്യപരിപാടിക്കകത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു കലഹവും പ്രശ്നവും കുറെ പേര് ഇറങ്ങിപ്പോയി, അതും ഇതും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി വലിയൊരു ബഹളം നടന്നിട്ടിരിക്കുകയാണ്. അവിടെ അതിന്റെ ഒടുവിൽ കർത്താവ് പറയുന്നത് എന്താണ്? വായിച്ചോ. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു. അപ്പൊ ചോദിക്കുന്നവൻ, അപ്പൊ പത്രോസിന് യോഹന്നാൻ ചോദിക്കും, അപ്പൊ കർത്താവേ, ഇത്രയും നേരം ബഹളം ഉണ്ടായതിനിടയ്ക്ക് പിശാച് പോയില്ലേ? നമ്മളുടെ ബന്ധക്കോസുകാരുടെ ഇടയിൽ അറിയുന്ന പിശാച് ആ ലെവലില്ല, ചെറിയൊരു പ്രശ്നം കേട്ടൊക്കെ പോകുന്നത് ഇല്ല. ഒറിജിനൽ പിശാച് അവിടെയും പിടിച്ചിരിക്കും. കാര്യം അവൻ അപ്പം തിന്നാനും മീൻ തിന്നാനൊന്നുമല്ല ആ പിശാചിരിക്കുന്നത്. നിന്നെ വീറ്റ് നിന്റെ അവസാന സ്വന്തം വെള്ളിക്കാശും പിടിച്ച് മേടിച്ചിട്ട് പോകാനിരിക്കുന്ന പിശാചുക്കളുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അവനെ പുറത്താക്കാനാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. ഇന്നു പകൽവേള ദൈവസഭകളെ കലക്കുന്നവനും ഇതുപോലെ മാറിപ്പോ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കണമേ, ആ വാക്യം വായിച്ചു പറഞ്ഞ നിങ്ങളിൽ ഒരുവൻ ഒരു പിശാചാകുന്നു എന്ന ഉത്തരം പറഞ്ഞു. ഇത് അവൻ ശിമോൻ ഇസ്കറിയോത്താവിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ യോഹന്നാനെയും പത്രോസിനെയും വെച്ച് നോക്കുമ്പോൾ പിതാവിന്റെ ആകർഷണ വലയത്തിൽ ഇരിക്കുമ്പോൾ ഒട്ടും ആകർഷണമില്ലാതിരിക്കുന്ന ഒരുവൻ കൂടെയുണ്ട്. അവൻ പിശാചിന്റെ ആകർഷണത്തിൽ ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ പിശാച് ആകർഷിച്ചിട്ടും കൂടത്ത് നിൽക്കാം, എന്നാൽ പിതാവിന്റെ ആകർഷണം ഉണ്ടെങ്കിലേ ക്രിസ്തുവിനോട് കൂടെ വാഴുവാൻ കഴിയത്തുള്ളൂ.
മനസ്സിലാവുന്നുണ്ടോ? പിതാവ് ആകർഷിച്ചാലേ പുത്രന്റെ കൂടെ വാഴുവാൻ കഴിയത്തുള്ളൂ. പിശാചിനെ നടത്തിയാൽ എവിടം വരെ നടത്തും എന്നറിയാം? വെള്ളിക്കാശ് വരെ നടത്തും. അത് കഴിഞ്ഞ് നിനക്ക് പിന്നെ ആ പന്തിയിൽ കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മളുടെ കുറിവാക്യം നമ്മൾ ഇങ്ങനെ വായിച്ചു തുടങ്ങിയത്. 6-ാം അധ്യായം അതിന്റെ 44-ാം വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 44-ാം വാക്യം, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. പത്രോസിനും യോഹന്നാനും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. വിശുദ്ധന്മാരെ ചേർക്കുവാൻ ദൈവപുത്രൻ മഹത്വങ്ങളെ വിട്ട് വീണ്ടും നമ്മളെ ചേർക്കുവാൻ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, വിശുദ്ധന്മാർ ഉയർക്കും. ജീവനോട് ശേഷം നാം രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ നാം മേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ നിന്ന് സാത്താനാൽ ബന്ധിക്കപ്പെട്ട യൂദായുടെ ശരീരം ഉയർക്കത്തില്ലെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? പ്രതിസന്ധിയുടെ നടുവിലും ദൈവാത്മാവ് സ്വർഗീയ പിതാവ് നമുക്ക് അരുളപ്പാടുകൾ നൽകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിന്റെ രൂപാന്തരത്തിന് വേണ്ടി നമ്മളെ കർത്താവ് കരുതുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മുടെ വിശുദ്ധ കരങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്വർഗീയ പിതാവ് നമ്മളെ ആകർഷിച്ചതുകൊണ്ടാണ് ഇന്ന് പകൽ നേരം നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നത്. അതുകൊണ്ട് പിതാവാണ് ഇത് ആരംഭിച്ചതെങ്കിൽ ഒരു മനുഷ്യനാലും ഇതിനെ സമാപിപ്പിക്കുവാനോ ഇതിനെ ഇടിച്ചു കളയുവാനോ കഴിയത്തില്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി മഹത്വമുള്ളതാണ്. ഇന്ന് പകൽ നേരം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. കേട്ട വചനത്തിന് മുമ്പ് നമുക്ക് അടുത്തു വരാം. കർത്താവ് തന്റെ ശിഷ്യന്മാരെ ആകർഷിച്ചു. വചനം കഠിനമായപ്പോഴും പിതാവിന്റെ ആകർഷണ വലയത്തിൽ തന്റെ മക്കൾ പുത്രന്റെ വചനം വിവേചിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ആകർഷണ വലയത്തിൽ വരാത്ത ഒരു കൂട്ടർ കർത്താവിനെ ഉപേക്ഷിച്ചു പോയി. എന്നാൽ അതിലൊരുവൻ പിശാചായിരുന്നു. അവൻ അതുവരെയും പോയിട്ടില്ല. അവന് വരുന്ന ശിക്ഷ വളരെ കഠിനമായി തന്നെ നിലനിൽക്കുകയാണ്. മനസ്സിലാക്കണം, സഭ കഠിനമാകുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നതിന് ഒരു പ്രധാന കാരണം ഇതിന്റെ അകത്തുനിന്ന് ദൈവത്താൽ ആകർഷിക്കപ്പെട്ടവർ പുറത്തു വരണം. ദൈവത്തിന്റെ കൃപയാൽ ആകർഷിക്കപ്പെട്ടവർ പുറത്തു വരണം. കൃപ പ്രാപിച്ച് അവന്റെ നാമത്തിന് വേണ്ടി നിൽക്കണം. അതുകൊണ്ടാണ് സഭകളുടെ അകത്ത് കലക്കങ്ങൾ കയറി വരുന്നത്, വളരെ കഠിനമാക്കുന്നതുകൊണ്ട് അനേകർ പിന്മാറുന്നത്. ദൈവത്തിന് വേണ്ടത് പിതാവിന്റെ ആകർഷണ വലയത്തിൽ ഇരിക്കുന്നത് പുറത്തു വരുവാനാണ് സ്വർഗത്തിലെ ദൈവം ഈ നാളുകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വചനങ്ങളാ സ്വർഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളെ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. ഇന്ന് കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക്